ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ആ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്നും കർത്താവിൽ ആശംസിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി റേച്ചൽ ജോസഫാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉള്ളതിനാൽ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസിയെ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധ കർത്താവ് കൊടുക്കണമേ. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ എവിടെ നിന്നാണ് നമ്മോട് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. എന്റെ പേര് റേച്ചൽ ജോസഫ് എന്നാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പുനലൂരിനടുത്ത് ഇളമ്പലാണ് എന്റെ സ്ഥലം. അവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ വീട്ടില് എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കുടുംബങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. കുഞ്ഞുങ്ങളുടെ കൂടെ മാറി കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹത്തോടെ കടന്നു പോകുന്നു. കർത്താവിന്റെ വേലയില് കഴിഞ്ഞ 40-40 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരുന്ന ഒരു കർത്താവിന്റെ ദാസിയും കുടുംബവുമാണ്. എന്നാൽ ഇപ്പോൾ താൻ ഏകയായിരിക്കുന്നു. എന്നാൽ ഏകയല്ല കർത്താവ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം പ്രിയ കർത്താവിന്റെ ദാസിയോട് കൂടെയുണ്ട്. പിന്നെയും കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവിൻ്റെ ദാസിക്ക് പകർന്നു കൊടുക്കട്ടെ. നമുക്കിപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവത്തെ കേൾക്കാവുന്നതാണ്. ഓക്കെ, ദൈവദാസി ചാനലിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ദൈവദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിന്റെ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ചാനലിന് നേതൃത്വം വഹിക്കുന്ന ദൈവദാസി റേച്ചൽ മാത്യു അവർക്കും പ്രത്യേക ജോയ്സ് ടി വിയിലെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. എന്നെ ഈ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോംബെയിലുള്ള സുനി രാജു എന്ന ദൈവദാസിയാണ്. ആ കർത്താവിന്റെ ദാസിയെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവമാണ് ഒരുക്കി തന്നത്. അതിനായി ഞാൻ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പേര് ഞാൻ പറഞ്ഞുവല്ലോ, റേച്ചൽ ജോസഫ് എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് അടൂർ ഏനാത്ത് കിഴക്കുപുറം എന്ന സ്ഥലത്ത് ആണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് സഹായിച്ചു. ക്രിസ്തീയ കുടുംബത്തിൽ മാത്രമല്ല, ഒരു ശുശ്രൂഷകന്റെ മകളായിട്ട് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 6 മക്കളാണുള്ളത്. 6 മക്കളിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ സഹോദരന്മാർ ഞങ്ങൾ 6 പേരാണ് മൊത്തം. അതിൽ 4 ആണും 2 പെണ്ണുമാണ് ഉള്ളത്. അതില് ഇപ്പോൾ ഞങ്ങൾ 5 പേരും ശുശ്രൂഷയിലായിരിക്കുന്നു. ഒരു സഹോദരൻ മാത്രം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഉടനെ തന്നെ കർത്താവിന്റെ വേലയിലായി തീരും. അതുകൊണ്ട് എന്റെ പിതാവ് ചെയ്തതായ ആ ശുശ്രൂഷകൾ ഞങ്ങൾ 6 പേരും ചെയ്യുവാനായിട്ട് എന്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു. വലിയവനായ ദൈവത്തിന് സകല മാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവക്രിസ്തുവിന് ചെറുപ്രായം മുതൽ ഞങ്ങൾ കണ്ടു വളർന്നതായ ചില അനുഭവങ്ങളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുവാനായിട്ട് ആദ്യമായി ആഗ്രഹിക്കുന്നത്. വളരെയധികം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ഒരു കുടുംബമാണ്, ഒരു ദേശമാണെന്ന് തന്നെ പറയും. ഞങ്ങളുടെ ഈ ദേശത്തുള്ള സകല മനുഷ്യർക്കും അതറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട്
അവരൊക്കെയും ഇതൊരു പക്ഷേ എനിക്ക് ശ്രദ്ധിച്ചിരിക്കാം. അവർക്കൊക്കെ ഒരു അനുഭവം കൂടി ആയിരിക്കട്ടെ. അല്ലല്ലോ, അവരെല്ലാം അനുഭവിച്ച ചിലരും കൂടി ദൈവം എന്നെ കേൾക്കുന്നുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാവിന്റെ പിതാവ് ഒരു ശുശ്രൂഷകരായിരുന്നു. മരുന്ന് ചെയ്യത്തില്ല, അവരാരും മരുന്ന് ചെയ്തിട്ടില്ല. എന്നാൽ മരുന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അവർ അനുഭവിച്ചതായ കാര്യങ്ങൾ ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ തീരുമാനമെടുത്ത കാര്യമാണ്. ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാരെ ഒരു രോഗം വന്നാലും ആശ്രയിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്റെ പിതാവിന്റെ പിതാവ് മുതൽ ആ മാതാവ്, എന്റെ പിതാവിന്റെ സഹോദരങ്ങൾ ആരും തന്നെ മരുന്ന് ചെയ്തിട്ടില്ല. അവരൊക്കെ 90ഉം 95ഉം 96ഉം വയസ്സ് വരെയൊക്കെ ജീവിച്ച് ഹല്ലേലൂയ അവര് ഈ ലോകത്തുനിന്ന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നവരാണ്. അവരുടെ അതൊക്കെയാണ് എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കണ്ടു വളർന്നത്. ഒരു രോഗം വന്നാൽ അത് പ്രാർത്ഥിച്ച് സുഖമാക്കുക എന്നുള്ളത്. ഒരു രോഗിക്ക് പ്രാർത്ഥിക്കുവാൻ പോയാൽ തന്നെ ആ രോഗിക്ക് പ്രാർത്ഥിച്ച് ആ രോഗി എഴുന്നേറ്റ് വന്ന് കാപ്പിയിട്ട് കുടിച്ച് അതിനുശേഷം അവിടുന്ന് പോരത്തുള്ളൂ. അങ്ങനെ ഒരു വിടുതലാണ് പണ്ട് പുരാതന കാലത്ത് ഞാൻ കണ്ടു വളർന്ന. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, എന്റെ പിതാവിന്റെ പിതാവ് ഒരു രോഗത്തിന് പ്രാർത്ഥിക്കുന്നത് ദൈവമേ സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, അങ്ങനൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ദൈവം എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, ഈ വിഷയത്തിൽ ദൈവം ഇടപെടണം, അങ്ങനെയാണ് പ്രാർത്ഥന. കാരണം സ്വന്തം അപ്പനോട് ചോദിക്കുന്നത് പോലെയാണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ പിറ്റേ ദിവസം വന്ന് ചോദിക്കും, കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറവില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ദൈവത്തോട് തന്നെ ചോദിക്കും, ഞാൻ നിന്റെ ദാസനാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എന്താ കേൾക്കാഞ്ഞത്, എന്താ വിടുവിക്കാഞ്ഞത്, ഇപ്പൊ സൗഖ്യമാക്കണം. അങ്ങനെയുള്ള ആ സെക്കൻഡിൽ സൗഖ്യമാണ്. ഈ ദേശത്തുള്ള അനവധി പേര് വന്ന് പ്രാർത്ഥിച്ച് സുഖം പ്രാപിച്ച് കടന്നുപോയ ഒരു ഭവനം. എന്റെ പിതാവിന്റെ പിതാവ് താമസിച്ച വീടാണ് ഞാൻ ഇന്നിരുന്ന് സാക്ഷ്യം പറയുന്നത്. ഈ മണ്ണ് സാക്ഷ്യം പറയും. ഈ മണ്ണ്, ഞാൻ ഇരിക്കുന്നതായ ഈ മണ്ണ് സാക്ഷ്യം പറയും. കാരണം എന്റെ പിതാവിന്റെ പിതാവ് താമസിച്ച ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു വീടാണിത്. ഹല്ലേലൂയ. അത് പണ്ട് പുരാതന കാലത്ത് പശുവിനെ, ആടിനെ ഒക്കെ രോഗം വരുമ്പോൾ ഇവിടെ കൊണ്ടുവരും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച ഒരു ദേശമാണ് ഞങ്ങളുടെ ഈ ദേശം. ആ ദേശത്തിരുന്നാണ് എനിക്ക് സാക്ഷ്യം പറയുവാൻ ഒരു അവസരം ദൈവം ഇപ്പോൾ ഒരുക്കി തന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിടുതൽ അത്രയ്ക്ക് വലിയതാണ്. അത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ അനവധി രോഗങ്ങളും ഒക്കെ വിടുവിച്ച ഒരു ദൈവമാണ് ഉള്ളത്. അതുകൊണ്ട് എന്റെ പിതാവ് പറഞ്ഞു, ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാരെ ആശ്രയിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ അവര് സഭാചാർജാണ്, ശുശ്രൂഷയാണ്. അതും തന്നെയല്ല, എന്റെ പിതാവിന് ഒരു ഗവൺമെന്റ് ജീവനക്കാരനാണ്, സ്കൂളിലെ പിയൂണായിരുന്നു. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. എന്നാൽ അത് രണ്ടും കൂടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. ഞങ്ങൾ 6 കുഞ്ഞുങ്ങളെ വളർത്തി, ഞങ്ങൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം തന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടുന്നതായ ദൈവത്തിന്റെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷം എന്ന് പറയുന്നത് എന്റെ പിതാവാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എന്റെ മാതാവിന് ഒരു രോഗം പിടിപെടുവാനിടയായി തീർന്നു. ആ രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗമാണ് പിടിപെട്ടത്. അത് ബ്രസ്റ്റിലാണ് എന്റെ മാതാവിന് ആ രോഗം പിടിപെടുവാനിടയായി തീർന്നത്. അത് ആദ്യം ഒരു ചെറിയ മുഴയായിരുന്നു. ഇതിങ്ങനെ വളർന്നു വന്ന അത് വലിയ ഒരു വ്രണമായി മാറി. അത് പൊട്ടിയിട്ടില്ല, പഴുത്ത് നിൽക്കുന്നൊരു എന്നാൽ എന്റെ പിതാവ് പറഞ്ഞു, യൗവനത്തിലെ എന്റെ ഭാര്യയാണ്, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടാലും ദൈവത്തോട് പറഞ്ഞ വാക്ക്, ഞാനാണ് ദൈവത്തോട് പറഞ്ഞത്, ആ വാക്കിനൊരു വിഘ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ലോക ഡോക്ടർമാരെ ആശ്രയിക്കാൻ പോവില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും ഈ ദേശത്തുള്ളവരും മറ്റുള്ള ഞങ്ങളുടെ സഭയിലുള്ളവരും കൂട്ടു ദൈവദാസന്മാരെ, എന്റെ പിതാവിന്റെ കൂട്ടു ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ദിവസവും രാത്രി കടന്നു വരും. എന്ന് രാത്രി പ്രാർത്ഥിച്ച് കടന്നു പോകും. എന്നിട്ട് ഈ രോഗം അങ്ങോട്ട് മൂർച്ഛിക്കുവാനിടയായി. മൂർച്ഛിച്ച് അന്നത്തെ കാലത്ത് ഒരു കട്ടിലോ ഒന്നുമില്ല ഞങ്ങൾക്ക് കിടക്കാനായിട്ട്. എന്റെ അമ്മയ്ക്ക് കിടക്കാനായിട്ട് ഒരു കട്ടിലൊന്നുമില്ല, തറയിലാണ് കിടക്കുന്നത്. അത് ആ തറയിൽ കിടക്കുന്നതായ സമയത്ത് മലവും മൂത്രവും എല്ലാം കിടക്കുന്ന കിടപ്പിൽ തന്നെ എടുക്കുന്ന ഒരു അവസ്ഥ ലാസ്റ്റിൽ കടന്നു വരുവാനിടയായി. ഈ ലോകത്തോട് യാത്ര പറയും എന്നുള്ളത് തന്നെ മനസ്സിലായി. എന്റെ പിതാവിനും മനസ്സിലായി, മാതാവിനും മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഒരു ദൈവദാസൻ വന്ന് എന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവേ,
വരുന്ന ദിവസം ഒരു കൺവെൻഷൻ മയിലാടംപാറ എന്ന സ്ഥലത്ത് നടക്കുന്നു. ആ മയിലാടംപാറ നടക്കുന്നതായ ആ കൺവെൻഷനിൽ വന്ന് ഈ ദൈവദാസി വിടുതൽ പ്രാപിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടയാക്കണമേ എന്ന് പറഞ്ഞൊരു പ്രായമുള്ള പിതാവ് ഏരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മാതാവ് പറഞ്ഞു, ഓ ഇദ്ദേഹത്തിന് ഒന്നും സുഖമില്ലായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ അവിടെ ചെന്ന് സാക്ഷ്യം പറയും? ഈ മരിക്കാൻ കിടക്കുന്ന ഞാൻ എനിക്ക് അല്പസമയം മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ, എനിക്കറിയാം മരിച്ചു പോകുന്നു, അവിടെ ചെന്ന് സാക്ഷ്യം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എന്റെ മാതാവ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവുമില്ല, തീരുമാനത്തിന് ഒരു കുറവുമില്ല, ഒരു മാറ്റവും ഇല്ല. തീരുമാനത്തിന് മാറ്റമില്ല, പ്രാർത്ഥനയ്ക്കും കുറവില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞാൻ സ്കൂളിൽ ഒന്ന് കടന്നു പോകട്ടെ, ഞാൻ ജോയിൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കടന്നു വരാമെന്ന് പറഞ്ഞ് എന്റെ പിതാവ് പോയി. ഞാനും എന്റെ മൂത്ത സഹോദരനും കൂടി സ്കൂളിൽ കടന്നുപോയി. എന്റെ മാതാവ് മാത്രമായി, ഏകയായി. കാരണം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്റെ മാതാവിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എന്റെ പിതാവ് സ്കൂളിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. മാസങ്ങളായി എന്റെ മാതാവ് ഉറങ്ങിയിട്ട്, കാരണം വേദന കാരണം ഉറങ്ങുകയല്ല, ഇങ്ങനെ ഞാൻ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്കൂൾ കടന്നു പോയപ്പോൾ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മോളെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സഹോദരിയോട് ചെന്ന് പറഞ്ഞു, മോളെ വീട്ടിലൂടൊന്ന് ചെല്ലണേ, എന്തെങ്കിലും സംഭവിച്ചാൽ, മരണം സംഭവിക്കുവാണെങ്കിൽ സ്കൂളിലോടൊന്ന് വന്ന് പറയണേ എന്ന് പറഞ്ഞ് ആ സഹോദരി എന്റെ അമ്മയെ നോക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ആ സഹോദരിയും വന്ന് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്ന സമയത്താണ് എന്റെ മാതാവ് മാസങ്ങളായി ഉറങ്ങിയിട്ട്. കാരണം അച്ഛൻ ഇങ്ങനെ വന്നിട്ട് വന്ന് അമ്മ എടുത്തും തല അനക്കാതെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ പാലിനകത്ത് മുക്കി ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഒന്നും അനങ്ങാൻ പറ്റത്തില്ല, ഈ തൊണ്ട അനങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അതേ അവസ്ഥയിലായിരുന്നപ്പോൾ എന്റെ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? പോയപ്പോൾ എന്റെ മാതാവ് ആ ദിവസം ആരുമില്ലാത്തൊരു സമയത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നല്ല ഉറക്കം കൊടുത്ത് ആ ഉറക്കത്തില് നല്ലതുപോലെ എന്റെ മാതാവ് ഉറങ്ങിയ സമയത്ത് നല്ല ഒരു സ്വപ്നം കാണുമല്ല, അത് അനുഭവിക്കുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെട്ടിയൊക്കെ പിടിച്ച് എന്റെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മ നല്ല ഉറക്കത്തിൽ അത് കാണുകയാണ്, കണ്ണൊന്നും തുറക്കുന്നില്ല. ആ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ആ പെട്ടി ഇങ്ങനെ തുറന്നു. വന്ന ഉടനെ പെട്ടി തുറന്ന് അതിനകത്ത് ഒരു ഡോക്ടറാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആ പെട്ടി തുറന്നപ്പോൾ ഒരു ഓപ്പറേഷനുള്ള സകല സാധനങ്ങളും ആ പെട്ടിക്കകത്തുണ്ട്. അപ്പോൾ എന്റെ മാതാവ് ഇപ്പോഴുണ്ട്, ജീവനോടെ ഉണ്ട്. ഇന്ന് രാവിലെ എന്റെ അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന, അമ്മയുടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സ്തോത്രം. മാതാവ് പറഞ്ഞു, പിന്നെ ഈ അന്ന് കണ്ട ആ കാഴ്ച, ആ പെട്ടി തുറന്നതായ ആ കത്തിയുടെയും കത്രികയുടെയും ഒക്കെ ആ മിനുങ്ങുന്ന അത് എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ അതേപോലുള്ള ഒരവസ്ഥയാ. സ്തോത്രം. അത് എന്നിട്ട് ആ സ്റ്റെതസ്കോപ്പ് ഒക്കെ എടുത്ത് പെട്ടെന്ന് നെഞ്ചത്തൊക്കെ ഒന്ന് തപ്പി നോക്കിയിട്ട് ഒന്ന് പരിശോധിച്ച് പെട്ടെന്ന് ഒരു കത്തി എടുത്ത് കീറി, ആ കീറിയതിന് ശേഷം ആ പഴുപ്പെല്ലാം ഞെക്കി ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൂചി നൂലും എടുത്ത് പെട്ടെന്ന് കുത്തി തയ്ച്ചിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം തുടച്ച് സംഗതികളെല്ലാം എടുത്ത് അദ്ദേഹത്തിന്റെ പെട്ടിക്കകത്ത് വെച്ച് ഓരോ ഞൊടി നേരത്തേക്കുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് കണ്ട സ്വപ്നവും എന്റെ അമ്മ കണ്ടതനുസരിച്ച് അമ്മ കണ്ണു തുറന്നു എന്തിയെ, എന്നെ ഓപ്പറേഷൻ ചെയ്ത ആളെന്തിയെ കണ്ടില്ല, ഓപ്പറേഷൻ ചെയ്ത് എവിടാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം എവിടാന്ന് കണ്ടില്ല, കുത്തിത്തയ്ച്ചത് എവിടാന്ന് കണ്ടില്ല. എന്റെ അമ്മയ്ക്ക് രോഗം വരുന്നതിന് മുൻപ് എങ്ങനെ ഇരുന്നോ ശരീരം, ആ ശരീരം അതുപോലെ ആകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലൊരു അത്ഭുത സൗഖ്യം എന്റെ മാതാവ് അനുഭവിച്ചു. ഹല്ലേലൂയ. അത് അമ്മ ഇങ്ങനെ പിന്നെ ഞെക്കി നോക്കി, ഇതെല്ലാം ഉള്ളിലോട് വലിഞ്ഞതാണോ, ഞാൻ ഭരിക്കാൻ തുടങ്ങുവാണോ, ചാടി എഴുന്നേറ്റ് അവിടെ എല്ലാം ഓടി നടന്നു. കാരണം അതുവരെ മാസങ്ങളായിട്ട് ചലിക്കാൻ പറ്റാതെ കിടന്ന വ്യക്തി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ആ അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് സഹോദരി ഓടി വന്നപ്പോൾ
പറഞ്ഞു, മോളെ ഒരു ഡോക്ടർ ഇപ്പോൾ ഇവിടെ വന്നു, എന്നെ സൗഖ്യമാക്കി, ഒരു ഓപ്പറേഷൻ നടത്തി, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് കുറയുവാനിടയായി. അവരും കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ചെയ്യും, അല്പം വെള്ളം ചൂടാക്കാൻ, ഞാൻ ഒത്തിരി ദിവസമായി കുളിച്ചിട്ടൊന്ന് കുളിക്കട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല, എനിക്ക് ഒരു ഒന്നുമില്ല, എന്റെ ശരീരത്തിന് പണ്ടത്തെ കൂട്ടുവാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞു. ആ ആരോഗ്യം വന്നത് എവിടുന്നാണ്? ഹല്ലേലൂയ. ആ വിടുതൽ പ്രാപിച്ച എവിടുന്നാണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ടു കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാകത്തില്ല. ദൈവം വിടുവിച്ച വിടുതലിന് ആ രോഗം ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. പ്രൈസ്തലോട്. ദൈവം വിടുവിച്ചാൽ അത് പിന്നെ ഉണ്ടാകത്തില്ല. ദൈവത്തിന് പിന്നെ രോഗം വരത്തില്ല എന്നല്ല, രോഗങ്ങള് ഈ ലോകത്തില്, ഈ മൺകൂടാരത്തില് രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ് മനുഷ്യന്. പക്ഷെ ആ രോഗം, ദൈവം വിടുവിച്ച രോഗം ഇതുവരെയും വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഉടനെ എന്റെ മൂത്ത സഹോദരൻ ഞാനും അമ്മയ്ക്ക് എന്തോ സുഖമായോ, അമ്മ എന്താ വെളിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഒരു ഡോക്ടർ വന്നു, എനിക്ക് മരുന്ന് തന്നു, സുഖമായി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൂത്ത സഹോദരൻ എന്നെക്കാൾ നല്ല അറിവുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത്രയും നാള് പിന്നെ മരുന്ന് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അമ്മ ഡോക്ടറെ വിളിച്ചു, മരുന്ന് ചെയ്യിച്ചോ? നാണക്കേടായി തീർന്നല്ലോ, ഈ ദേശത്ത് നാണക്കേടായി തീരുമല്ലോ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് വരുമ്പോഴും സ്കൂൾ അടുത്താണ്. അച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും അച്ഛൻ പറയുന്ന ഒരു കാര്യം, ഒരു പക്ഷെങ്കിൽ ഡോക്ടറെ വിളിച്ച് മരുന്ന് ചെയ്യട്ടെ, മുറ്റത്ത് നിൽക്കാറായി കാണത്തില്ല, കാരണം എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ, ചലിക്കാൻ പറ്റത്തില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടന്ന വ്യക്തി വെളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെ. അതുകൊണ്ട് നീ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പെട്ടെന്ന് കടന്നു വന്നപ്പോൾ ആ വിടുതലാണ് കാണുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും, ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും, ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ. അന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് പിന്നെ ആൾക്കാർ വന്നു. ആൾക്കാർ വന്നവർക്ക് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച ആ മയിലാടമ്പാറ എന്ന് പറയുന്ന സ്ഥലം വരെ എന്റെ അമ്മ നടന്നു പോയിട്ട് അവിടെ അനൗൺസ്മെന്റ് ചെയ്തു, തലേ ദിവസം ഇതുപോലെ ഒരു ക്യാൻസർ ബാധിച്ച് ദൈവത്താൽ സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയുടെ സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ആ ജനം തടിച്ചുകൂടി. ആ ജനത്തിന്റെ മധ്യത്തില് എന്റെ അമ്മ സാക്ഷി പറയുവാൻ ഇടയായി തീർന്നു. ആ സാക്ഷി ഇന്ന് വരെയും ഞങ്ങളും അതുപോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അനുഭവിച്ചു. അതിനുശേഷം അങ്ങനെ പിന്നെയും എന്റെ പിതാവ്, അപ്പോ അന്നതിന് ശേഷം അതൊക്കെ നല്ല ചെറുപ്പകാലമാണ്, ദൈവത്തിന് സ്തോത്രം. അവർ അതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്തു. പിന്നെ അതിനുശേഷം എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ രോഗങ്ങൾ, ഇതുപോലുള്ളതായ അനവധി രോഗങ്ങളാണ് പിടിക്കുവാൻ ഇടയായിട്ട്. അതിൽ നിന്നൊരു മാറ്റമില്ല. ഞാൻ ഒരു സഹോദരന്, എന്റെ ഇളയ സഹോദരന് ശരീരം മുഴുവനും ഈ കരപ്പൻ വന്ന് അങ്ങ് ചേന ചെത്തി വെച്ചിരിക്കുന്ന പോലായി. അതിനകത്ത് പോലും ഒരു പ്രാർത്ഥിച്ച എണ്ണ ഇടുന്നതല്ലാതെ അങ്ങനെ വേറൊന്നും, പച്ച വെളിച്ചെണ്ണയും പച്ചവെള്ളമാണ് മരുന്ന്. അത് ഒരിക്കൽ എനിക്ക് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, ശുശ്രൂഷ ഒരിക്കൽ ഞങ്ങളുടെ കുടുംബമായിട്ട് കടന്നു വന്നപ്പോൾ അച്ഛൻ പനി പിടിച്ച് ഇങ്ങനെ, എന്റെ പിതാവ് പനി പിടിച്ച് കിടക്കുന്നു. അന്നേരം പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഉപദേശിനെ വിളിക്കത്തുള്ളൂ, ഉപദേശി ഒരു അല്പം വെള്ളം ഇനി പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പനി പിടിച്ച് കിടക്കുമല്ലോ, എന്നാ ചൂടുവെള്ളം പ്രാർത്ഥിച്ചു തരാം. ചൂടുവെള്ളം പ്രാർത്ഥിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പിതാവ് പറഞ്ഞൊരു മറുപടിയാണ്, എന്നാ പിന്നെ ഇച്ചിരി മരുന്ന് ഇങ്ങി തന്നാ മതിയെന്ന്. അങ്ങനെ മരി പിടിച്ച് കൂടിക്കിടന്നാലും പച്ചവെള്ളം മാത്രമാണ് പ്രാർത്ഥിച്ചു കുടിക്കുന്നത്. അതിനെ പഥ്യമാക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ തന്നാ മതി എന്ന് പറഞ്ഞാൽ ആ വെള്ളം പ്രാർത്ഥിച്ചു കുടിക്കും. അങ്ങനെ ഈ ദേശത്തുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പൊ അവസാന സമയത്ത്, എന്റെ പിതാവിന്റെ അവസാന സമയങ്ങളിൽ എന്റെ ദേശത്തുള്ള സഹോദരിമാര്, ഇവിടെയുള്ള അനവധി മർത്തോമ, യാക്കോബ, കത്തോലിക്ക, അങ്ങനെയുള്ള സഭകളിലെ സഹോദരിമാരെല്ലാം വന്ന് എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വാചകം ഞാൻ ഇന്ന് ഓർക്കുന്നു. ദൈവമേ, ഇത്രയും കാലം ഞങ്ങൾക്കെല്ലാം വേണ്ടി പക്ഷപാതം ചെയ്ത ഈ ദൈവദാസനെ ദൈവം വിടുവിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ വെളിപ്പെടുത്തണം എന്ന് പറയുവാനിടയായി. ആശുപത്രി കൊണ്ടുപോകാൻ ആരും പറയത്തില്ല, കാരണം അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് അന്ന് മുതൽ എന്റെ ഭവനത്തിൽ ഞങ്ങൾ കണ്ട ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ, എന്റെ മൂത്ത സഹോദരന് അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്തും കാലിൽ ഒരു തൂമ്പ കൊണ്ടിട്ട് മുറിഞ്ഞ് ആ ഞരമ്പിൽ കൂടി ബ്ലഡും രക്തവും കൂടി ഇങ്ങനെ വന്ന് മാസങ്ങളോളം കോളേജിൽ പോകാൻ പറ്റത്തില്ലാതെ ഇരുന്നപ്പോൾ തന്നെയല്ല, മൂത്ത സഹോദരനെ
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടോളാൻ എന്റെ പിതാവ് അങ്ങ് നേരുവാൻ ദൈവസന്നിധിയിൽ നേർച്ച നേരുവാനിടയായി. അപ്പൊ അതിനുശേഷം 10ാം ക്ലാസ് പാസ്സാവുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വിട്ടോളാം. അന്നത്തെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ആണ് ഏറ്റവും വലിയ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വിട്ടോളാം എന്നുള്ള ഒരു തീരുമാനം അച്ഛൻ ദൈവത്തോട് അങ്ങ് പറഞ്ഞു. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പാസ്സായി, മൂത്ത സഹോദരൻ പാസ്സായി, പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഫസ്റ്റും സെക്കൻഡും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് ഈ രോഗം പിടിപെടുവാനിടയായി തീർന്നത്. തൂമ്പ കൊണ്ട് കാലിൽ ഇച്ചിരി മുറിഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ ഞരമ്പ് കാല് പിന്നെ പൊക്കി വെക്കണം. താത്ത് വെച്ചാൽ ബ്ലഡും പഴുപ്പും കൂടി ഇങ്ങനെ പോകാനിടയായി തീരും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഇരുന്ന പരീക്ഷ എഴുതേണ്ട തീയതിക്കൊക്കെ വീട്ടിലിരിക്കുവാനിടയായി. കാല് തറയെ കുത്താൻ മേല. അങ്ങനെ ഇരുന്ന് ആ പരീക്ഷ എഴുതാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പൊ തീരുമാനം എടുത്തു, കർത്താവെ ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പം കർത്താവിന്റെ വേലയ്ക്ക് വിട്ടോളാന്ന് പറയല്. അപ്പം തന്നെ തീരുമാനം എടുക്കാനും ഇടയായല്ലോ. എന്റെ മൂത്ത സഹോദരൻ തന്നെ തീരുമാനം എടുത്തു, എന്റെ അപ്പന്റെ ആഗ്രഹം നടത്തുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് അവിടെ പഠിക്കുവാനായി കടന്നുപോയി. കർത്താവിന്റെ വേലയിൽ ആദ്യം ആയി തീരുവാനിടയായി. ഇന്ന് മഹാരാഷ്ട്രയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒരു സഭയുടെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നല്ല സ്വന്തമായി അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങിച്ച് പള്ളികളും അനവധി ആലയങ്ങളൊക്കെയും പണിയുവാനിടയായി. അങ്ങനെ അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ആ മൂത്ത മോനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടു കഴിഞ്ഞപ്പോൾ എന്റെ പ്രായത്തിൽ എനിക്ക് ഒരു 19 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് തുടങ്ങിയ സമയത്ത് ഒരു ശുശ്രൂഷകന്റെ കൂടെ എന്നെ വിവാഹം കഴിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അതും ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവ് ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കല്യാണം 21 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന് 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് എന്നെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം അങ്ങ് ഒരുക്കി. അത് കൊണ്ടുവന്നപ്പോൾ കാണാൻ വന്നപ്പോൾ തന്നെ എന്റെ പിതാവ് പറഞ്ഞു, ഒരു ദൈവദാസനാണല്ലോ, അതുകൊണ്ട് നമുക്ക് വിവാഹം കഴിച്ചയക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു ദൈവദാസന്റെ കൂടെ എന്നെയും വിവാഹം കഴിച്ചയക്കുവാനിടയായി. അതിന്റെ ഇളയ സഹോദരന്റെ വീടാണിത്. ആ സഹോദരൻ വിശ്വാസം, ഞാൻ ഇത്രയും അനുഭവങ്ങളും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ ഒരു സഹോദരൻ ദൈവഭാഗത്തും പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാൻ സാക്ഷ്യം പറഞ്ഞാൽ സാക്ഷ്യം പറയും. പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കുവാനിടയിൽ ഒരു സഹോദരൻ തന്റെ ഇഷ്ടപ്രകാരം അങ്ങ് ജീവിച്ചു. ബാക്കി 5 പേരും ഞങ്ങൾ ഇപ്പോഴും ശുശ്രൂഷയിലാണ്. അങ്ങനെ അദ്ദേഹം അങ്ങ് ജീവിച്ചു. അത് ദേശത്തിനും ഞങ്ങളുടെ വീടിനും എല്ലാം തലവേദനയായി, വലിയ വിഷയമായി. ആ സഹോദരന്റെ വീട്ടിലിരുന്നോണ്ടാണ് ഞാൻ പറയുന്നത്, ഇല്ലാത്ത കാര്യമല്ല, ഈ ദേശക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദേശത്തും എല്ലാം വലിയ കാരണം എവിടെ ഒരു കുത്ത് കേസ് വഴക്കുണ്ട് അവിടെ ഉണ്ട് ആ കക്ഷി. അങ്ങനെ ഞങ്ങൾ വലിയ ഒരു ഭാരം ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുവാനിടയായി. അപ്പം ഞങ്ങള് ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ പത്രത്തിൽ നോക്കും ഞാൻ. എവിടെ ഒരു പ്രശ്നവും വഴക്കം ഉണ്ടാകുമ്പോൾ ഓണം ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. അവിടെ ഇവിടെ വെറുതെ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ അവരെ 2 പേരെയും പിടിച്ചടി കൊടുക്കും. അങ്ങനെ പുറത്തിറങ്ങിയാല് ഞങ്ങളുടെ ഈ ദേശത്തുള്ള ഒരു പിതാവ് മാതാവുഴി അപ്പച്ചൻ എന്ന് പറയും, യാക്കോബയിലെ വലിയൊരു ഉപദേശിയാണ് അദ്ദേഹം. അദ്ദേഹം പറയും, ബാബു നീ 6 മണി കഴിഞ്ഞ് റോഡിൽ ഇറങ്ങല്ലേ മോനെ, 6 മണി കഴിഞ്ഞ് ഈ റോഡിൽ ഇറങ്ങരുത് നീ എന്ന് പറഞ്ഞ് കൈകൂപ്പി എന്റെ സഹോദരനോട് പറയും. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ആ അപ്പച്ചന് പറഞ്ഞതനുസരിച്ച് ചില സമയങ്ങളിൽ അതനുസരിക്കും. അങ്ങനെ വരെ തലവേദനയായി ഞങ്ങളുടെ ദേശത്തുള്ള ഒരു സഹോദരനായിരുന്നു. എന്നാൽ അതെല്ലാം പോയി കർത്താവിനെ സ്വീകരിച്ച് ഇപ്പോൾ പരസ്യമായിട്ട് റോഡിലൊക്കെ പരസ്യയോഗത്തിന് ചെന്ന് നമ്മൾ പറയും, ഞാൻ നേരത്തെ ജീവിച്ച കാര്യങ്ങളും ഒക്കെ പറയും. അങ്ങനെ സാക്ഷ്യം പറയുന്നു. എനിക്കിനി വചനം പഠിക്കണമെന്ന് തന്നെയല്ല, വചനം പഠിച്ചു കഴിഞ്ഞ ശുശ്രൂഷ ഞാൻ ഇവിടൊന്നും ചെയ്യത്തില്ല. ഇവിടെ ചെയ്യത്തില്ല എന്നല്ല, പക്ഷേ വടക്കേ ഇന്ത്യയിൽ എന്റെ സഹോദരന്മാര് 3 പേരുണ്ട്. അപ്പം ആ സഹോദരന്മാരുടെ സ്ഥലത്തെല്ലാം പോയി താമസിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെയുള്ള ദൈവത്തെ അറിയാത്ത അനവധി പേര് ദൈവത്തെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ളവരുടെ അടുത്തേ ഞാൻ കർത്താവിന്റെ വേല ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ പോയി സ്വന്തമായിട്ട് സാമ്പത്തികം ചെലവാക്കി അവര് ശാരോൺ സഭയിലാണ് പോകുന്നത്. അവിടെയുള്ള
ഈ അടുത്ത ദിവസം പോകുന്നത് ഗുജറാത്തില്, മധ്യപ്രദേശ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് പൈസ ചെലവാക്കി അവിടെ ചെന്ന് ആ ദേശത്തിന് വേണ്ടി ഒരു 5 ദിവസമോ 10 ദിവസമോ പോസിറ്റ് പ്രാർത്ഥിക്കുക, പോരുക, അങ്ങനെയുള്ള കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുപോലെ തന്നെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പിന്നെ പാസ്റ്റർ ആയില്ലെങ്കിലും എനിക്ക് പുറത്തിറങ്ങി 4 വചനം സംസാരിക്കണം, മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഇപ്പോഴായിരിക്കുന്നു. വളരെ ഞങ്ങൾ സന്തോഷത്തിൽ ഞങ്ങൾ 6 പേരും ശുശ്രൂഷയിലായിരിക്കുന്നു. ഒരു സഹോദരന് മഹാരാഷ്ട്രയിൽ 2 സഹോദരന്മാരുണ്ട്, പൂനെയിൽ ഒരു സഹോദരനുണ്ട്. അനുജത്തി എന്റെ ഭവനത്തിൽ എന്റെ പ്രിയ പിതാവ് ചെയ്തതായ ശുശ്രൂഷ, വീടിൽ ഒരു ആലയമുണ്ട്, ആലയത്തോട് ചേർന്നാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ആലയത്തിന് സ്ഥലം കൊടുത്തതാണ്. അപ്പൊ അവിടെ ഒരു ആലയം വെച്ച് അവിടെ എന്റെ പിതാവായിരുന്നു ലാസ്റ്റ് സമയങ്ങളിൽ പിതാവ് സ്വന്തം വീട്ടിൽ തന്നെ ആലയത്തിൽ ശുശ്രൂഷയായിരുന്നു. ഒരു ഞായറാഴ്ച 50 വർഷത്തിന് ശേഷം ഒരു ഞായറാഴ്ച മാത്രമേ അത് ആലയത്തില് പിന്നെ ശുശ്രൂഷ ചെയ്യാതിരുന്നുള്ളൂ. സഭാചാരത്തിൽ ഇരുന്നിട്ട് ശുശ്രൂഷ ചെയ്യും ഒരു ഞായറാഴ്ച മാത്രം. അങ്ങനെ എന്റെ പ്രിയ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ അനുജത്തിയും അനുജനുമാണ് അവിടുത്തെ പാസ്റ്റർ. അമ്മയുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ 6 സഹോദരങ്ങളും ശുശ്രൂഷയിലായിരിക്കുന്നു. ക്രൈസ്തലോട് അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. എനിക്കത് ആ സാക്ഷ്യങ്ങൾ പറയുവാൻ വളരെ സന്തോഷമുണ്ട്. ക്രൈസ്തലോട് അതിനുശേഷം എന്നെ കല്യാണം കഴിച്ചു വിടുവാനിടയായി. ഞാന് വിശപ്പ്, ദാഹം, ഇല്ലായ്മ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയാതിരിക്കെ എന്റെ സഹോദരങ്ങളെല്ലാം ഉള്ളപ്പോൾ എന്നെയാണ് ആദ്യം വിവാഹം കഴിച്ചയക്കുവാനാണ്. മൂത്ത സഹോദരനൊന്നും വിവാഹം കഴിച്ചില്ല. ആ സമയത്താണ് എന്നെ ഒരു ദൈവദാസന്റെ കൂടെ വിവാഹം കഴിച്ചയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ കടന്നുപോയത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നുപോയത് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കടന്നു പോകുവാനിടയായത്. അടിമാലി ചെന്നപ്പോൾ ആ കാലത്ത് വലിയ തണുപ്പിന്റെയും ഉരുൾപൊട്ടലും മഴയും ഭയങ്കര വിഷയങ്ങൾ ഉണ്ടായ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ ശുശ്രൂഷയിൽ കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഞങ്ങൾ അവിടെ ശുശ്രൂഷ ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. തിരുവനന്തപുരത്തിനടുത്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ മടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ കർത്താവിന്റെ വേലയിൽ അവിടെ ഒരു 3 വർഷം ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരുന്നു. ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ആലയം പണിയുവാൻ ഇടയായി തീർന്നു. അവിടെ ആലയം പണിത് എന്ന് പറഞ്ഞാൽ, ആലയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കൂട്ട് വലിയ ആലയമൊന്നുമല്ല. ആ കാലത്ത് 85-ലാണ് എന്നെ വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നത്. ആ സമയങ്ങളിലുള്ള കാര്യങ്ങളാണ് ആ വർഷങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരാലയം ഇല്ലാതിരിക്കെ സഹോദരന്മാരും ദേവദാസനും കൂടി വനത്തിലൊക്കെ കടന്നുപോയി തടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നാണ് ആലയം പണിത് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ആലയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ മേൽക്കൂര ഇങ്ങനെ ഈ തടി കൊണ്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു അച്ഛനും മറ്റുള്ള ദൈവദാസന്മാരും കൂടി ആ മണ്ടയിൽ ഇരുന്നപ്പോൾ ആ ഭാരം കൊണ്ട്, ആ പച്ച തടിയുടെ ഭാരവും ഈ 5-6 പേര് എന്റെ മണ്ട കയറിയിരുന്ന എല്ലാവരും കൂടെ ആലയത്തിനകത്തോട്ട് അങ്ങ് വീണു. അകത്തോട്ട് ഇങ്ങനെ മൊത്തത്തിൽ മണ്ടേന്ന് അവര് പറഞ്ഞത് നല്ല പാരച്ചൂട്ടിൽ ഇറങ്ങുന്ന പോലെ ഞങ്ങൾ ഇറങ്ങി വന്നെന്നാ പറഞ്ഞത്. കാരണം ഒരു മുറിവാട്ടെ ചതവാട്ടെ ആർക്കും ഉണ്ടായില്ല. അതൊരു വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ആദ്യം പണിത ആലയത്തിനകത്തുനിന്ന് സംഭവിച്ച ഒരു വിഷയമാണത്. അതിനും ദൈവം പിടിച്ചു. അവിടെ ആ ദേശത്ത് ഞങ്ങള് ഒരു 3 വർഷം ഞങ്ങൾ അവിടെ താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ 3 വർഷത്തിന് ശേഷം തേവലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. തേവലപ്പുറത്ത് സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ എന്ന് പറയുന്നത് ഒരു വീട്, ആലയം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ഒരു വീടായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഞങ്ങൾ കുറച്ചു നാൾ ആരാധന നടത്തിയതിനു ശേഷം ആ സ്ഥലത്ത് ആ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഈ വീടൊന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് വീട് വെക്കണം, അതുകൊണ്ട് നിങ്ങളൊന്ന് മാറിത്തരണം എന്ന് പറയുവാനിടയായി. ഞങ്ങൾ എന്ത് ചെയ്തപ്പോ ആ സഭാ സെക്രട്ടറി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ വീട്ടിലോട് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് നമുക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ സെക്രട്ടറിയുടെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അതിനു മുൻപ് ആലയം ആ വീട്ടിൽ വെച്ച് ആരാധന നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ആരാധനയ്ക്ക് പോയി. ആ സെക്രട്ടറിയും ഞങ്ങൾ 2 പേരും കൂടെ ഒരു ആരാധനയ്ക്ക് മറ്റൊരു സ്ഥലത്ത് കടന്നു പോയപ്പോൾ ഒരു ദൈവദാസൻ എന്നോട്
ദൈവദൂത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഒരു നിന്റെ ഉടുതുണി അല്ലാത്ത സാധനങ്ങളെല്ലാം നശിക്കാൻ പോകുന്ന ഒരു സമയം വരുന്നു, എന്നാൽ നിനക്ക് തക്ക സമയത്ത് വസ്ത്രം തരുവാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട് എന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അത്ര പ്രായങ്ങളൊന്നുമില്ല, അതിന് ഓർത്തിരുന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ജാഗരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നല്ലാതെ അന്നേരം എന്റെ മനസ്സിലോർത്തു ഇതെല്ലാം എന്നാ തീരുന്നേ, എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകളും അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, പിന്നെ ഇതൊക്കെ തീരുന്ന സമയത്തല്ലേ ദൈവം തരും. പക്ഷെ ഞാൻ ചിന്തിച്ചു. പക്ഷേ എന്റെ സഭയുടെ സെക്രട്ടറിയോട് ദേവദാസൻ തന്നെ ദൂത് പറഞ്ഞു, വീട് വെക്കാനായിട്ട് ഒരു സഹായം ഒരാൾ ഇങ്ങനെ ഒരു തരം നിങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികം തരുന്നതായിട്ടും ഉണ്ട്. അദ്ദേഹവും പറഞ്ഞ ഒരു ചെറിയ വീടുണ്ടല്ലോ, ഇനി എന്നാ വീട് വെക്കാനൊക്കെ ആര് സഹായിക്കാനാ എന്നൊക്കെ ഒരു രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മി പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളത് പറയുവാനിടയായി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ പറഞ്ഞു, അതും ചെറിയൊരു വീട് തന്നെ, ഓല മേഞ്ഞ ഒരു വീട്, അതിന്റെ സൈഡിലും ഓലയാണ്, അങ്ങനെയുള്ള ഒരു വീട്. അതിനകത്താണ് ഞങ്ങളുടെ സാധനങ്ങളും അവരുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു 3 ദിവസത്തെ ഉപവാസം വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വീടിനകത്ത് വെക്കുവാനിടയായി. ഞങ്ങൾ 8 പേര് മാത്രം. ഹല്ലേലൂയ. അപ്പൊ 8 പേര് മാത്രം ഞങ്ങൾ വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു ദർശനം കാണുവാനിടയായി. ഒരു മാതാവ് ഓടിവായോ എന്ന് പറയുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്മച്ചി വിളിച്ചു പോന്നു, നിങ്ങളൊന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എല്ലാവരും വിളക്ക് കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് നോക്കുമ്പോഴത്തേക്ക് മുറ്റത്തിറങ്ങി ശ്രദ്ധിച്ചിട്ട് ആരും വിളിക്കുന്നില്ല, ആർക്കും വിളി കേൾക്കുന്നുമില്ല. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു, എന്നാ ശരി നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു. കിടന്നു. പിന്നെയും രണ്ടാമത് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കേൾക്കുവാണ്, ഓടിവായോ എന്ന് പറയുന്നതായ ഒരു സൗണ്ട് ഞാൻ കേട്ടു. അപ്പോഴും ഞാൻ പറഞ്ഞു, പിന്നെ ഒരു അമ്മച്ചി തന്നെ അതേ സൗണ്ട് കരയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ സമയത്ത് എന്നോട് പറഞ്ഞു, ഈ ദുർസ്വപ്നങ്ങൾ എന്തെങ്കിലും കണ്ടതായിരിക്കും, ഇനി ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു. 10 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു, പ്രാർത്ഥിച്ചു, പാട്ടുപാടി. ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തു. ഓരോരുത്തരായി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ണു തുറന്ന് നോക്കണ്ടേ? ഇതാരും കണ്ണു തുറന്ന് നോക്കുന്നില്ല. എല്ലാവരും നല്ല ആത്മീയ തീ അകത്ത് കത്തിക്കൊണ്ടിരിക്കുക പ്രാർത്ഥനയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവിടുത്തെ പാച്ചാന്റെ മോളും എന്റെ അനുജത്തി അന്ന് ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവര് കരിയിലയിട്ടാ തീ ഇടുന്നേ. കരിയിലയിട്ട് കാപ്പി ഇടാൻ ഇടയ്ക്ക് ഇറങ്ങിപ്പോയതാ. ഇടയ്ക്ക് കാപ്പി എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനായിട്ട് ഇടാൻ ഇറങ്ങിപ്പോയി. അവരിച്ചിരി കരിയില വാരി വെച്ചിട്ട് അവരിങ്ങനെ കയറി വന്ന് അവരും ഇരുന്നു. പിള്ളേര് പോലും ആരും കണ്ണു തുറന്നു നോക്കിയില്ല എന്നുള്ളതാ. അപ്പോൾ നമ്മൾ മുറ്റത്തോടൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തീപ്പൊരി ഇങ്ങനെ പറക്കുന്നതായ ഒരവസ്ഥ, അതുപോലുള്ള തീയാണ്. മുറ്റത്ത് നല്ല ചൂടും, അതുകൊണ്ട് നമുക്ക് തീ എരിഞ്ഞാൽ പോലും കാണത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസന്മാര് ഇരിക്കുന്ന ഭാഗത്ത് മണ്ടേന്ന് തീ ഇങ്ങനെ പൊഴിഞ്ഞ് അവരുടെ ദേഹത്ത് വീട് ഒരു ഹൂന്നൊരു സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡില് അടുപ്പിൽ നിന്ന് ഇങ്ങനെ കത്തി വന്ന തീ സൈഡ് കത്തി ഇങ്ങനെയുള്ള ഒരു ചരിപ്പുണ്ടായിരുന്നു. ആ ചരിപ്പും കത്തിയിട്ട് ഇവരെ വീടിനകത്തേക്ക് തീ കയറിയപ്പോൾ ഹൂന്നുള്ള സൗണ്ട്. ഒറ്റ വാതിലുള്ള ആ വീടിന്, അല്ലാതെ പുറത്തോടൊന്നും ഇറങ്ങാനും നമുക്ക് പറ്റത്തില്ല. അപ്പോഴവര് പറഞ്ഞു, തീ വീഴുന്നെന്ന് പറഞ്ഞ് അവര് മേലോട്ട് നോക്കിയപ്പോ തീ ഇങ്ങനെ പൊഴിഞ്ഞ് അവരെ ദേഹത്തോട്ട് തീന്നും പറഞ്ഞ അവരെല്ലാം ചാടി ഇറങ്ങി. ഞങ്ങൾ എല്ലാരും ചാടി ഇറങ്ങി. അവരവരുടെ ബൈബിള് മാത്രമല്ല, എന്റെ മോൻ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് തീക്കകത്തൂടെ തന്നെ ഞങ്ങൾ ആ വാതിലിനകത്തൂടെ ചാടി ഇറങ്ങി വെളിയിൽ ഇറങ്ങുവാനിടെ. അപ്പോൾ എല്ലാരും വെളിയിൽ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്ത് ആ വാതിലിനകത്തൂടെ പിന്നെ ഒരാളെ അതിനകത്തോട് കയറ്റിയില്ല. കാരണം ഒരു സാധനം എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ ഇരുന്ന ആ സാധനങ്ങൾ മൊത്തം തീ വെന്തു. അപ്പോൾ ആ വീട്ടിലെ അച്ഛന്റെ അമ്മയാണ് അവിടെ കിടന്ന് നിലവിളിക്കുവാനായിട്ട്. ഞങ്ങൾക്ക് നിലവിളിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ. വെളിയിലിറങ്ങി നിലവിളിക്കാൻ പറ്റുമോ? ആൾക്കാർ വരാൻ പറ്റത്തില്ല. ഞങ്ങൾ മാത്രം കരയുന്നില്ല. വരുന്നവര് നിലവിളിക്കുക, ഓടിവായോ എന്ന്. വരുന്നവര് വാഴയൊക്കെ വെട്ടി ഇങ്ങനെ തീക്കകത്ത് അടിച്ചു, വെള്ളം കോരി ഒഴിക്കുന്നു, മണൽ വാരി എറിയുന്നു, അങ്ങനെ എല്ലാം ചെയ്ത്
ഒരു പകുതി മുക്കാലും കത്തി കാൽ ഭാഗം കത്താതെയും ഉണ്ട്. അതേ നിലയിൽ ആയി തീർന്നു. അപ്പോഴും മുറ്റത്തിറങ്ങി നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർക്കുന്നത്, ദൈവാലോചന പറഞ്ഞ കാര്യം അന്നേരവാ എനിക്ക് ഓർമ്മ വരുന്നത്. നിന്റെ ഉടുതുണി അല്ലാത്ത സാധനങ്ങളെല്ലാം നശിക്കാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു, കർത്താവേ സ്തോത്രം, ദൈവം എനിക്ക് തരുമല്ലോ, എല്ലാം പോട്ടെ ഇനി. അപ്പോൾ കടന്നു വന്നതായ അക്രൈസ്തവരായ ജനങ്ങൾ പോലും അവിടെ നിന്ന് എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ കമ്പെ കുത്തി എടുക്കുക. ഓരോരുത്തർ കമ്പെ കുത്തി എടുത്തു കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം അവരങ്ങനെ ചെയ്യുമ്പം ഓരോരുത്തർ പറയുന്നുണ്ട്, പിന്നെ ഇത് കൊണ്ടുപോകും, കൊച്ചിന് നിക്കർ തയ്ക്കാം അല്ലെങ്കിൽ കുഞ്ഞിന് ഉടുപ്പ് തയ്ക്കാൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, എനിക്ക് ബാക്കി ഒന്നും വേണ്ട, ഒരു സാധനം എനിക്ക് വേണ്ട, പക്ഷേ എനിക്ക് ദൈവം തരാം, എനിക്ക് കഴിവുള്ള ദൈവമുണ്ട്, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, അത് ഞാൻ അവരോട് പറഞ്ഞില്ല, എന്റെ മനസ്സിലുണ്ട്, എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ നല്ല ധൈര്യം അങ്ങ് ദൈവം തന്നു. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് സ്തോത്രം പറയുന്നതല്ലാതെ ഞങ്ങൾ ആരും കരയുന്നില്ല. ആ വീട് വെന്ത വ്യക്തിയും കരയുന്നില്ല, ഈ സാധനങ്ങളെല്ലാം പോയ ഞാനും കരയുന്നില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഇപ്പൊ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്, പലരും കളിയാക്കുന്നുണ്ട്, ഇത്രയും നാള് പാൻറ് ഇട്ടുകൊണ്ട് നടന്നല്ലോടാ ഉദ്ദേശി, ഇനി അത് മുണ്ടെടുത്തോണ്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി കളിയാക്കിയ ഞങ്ങളുടെ ആ ദേശത്തുള്ള തേവലപ്പുറത്തുള്ളവര് അങ്ങനെ പലരും അങ്ങനെ ഞങ്ങളെ കളിയാക്കി. പക്ഷേ ദൈവം, ജീവനുള്ള ഒരു ദൈവം ജീവിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തരണം. അന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു ദൈവദാസൻ തിരുവല്ലായിൽ അന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുതിയ പാൻസ് തയ്ച്ച് മടക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ശുശ്രൂഷയ്ക്ക് ഇടാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആ ഷർട്ടും പാൻറ്റും എന്റെ ഭർത്താവിന് കൊടുത്തു. അതുപോലെ തന്നെ എനിക്കും ആ സെക്കൻഡിൽ അടുത്തുള്ളതായ സഹോദരിമാര്, നമ്മുടെ വിശ്വാസികളായ അടുത്തുള്ള സഭയിലുള്ള സഹോദരിമാര് ഡ്രസ്സ്, സാരിയൊക്കെ കൊണ്ട് തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ പിന്നെ അവിടെ നമുക്ക് വേറെ വീടെടുത്തെങ്കിലല്ലേ ആലയത്തിൽ പിന്നെ നടത്താൻ പറ്റത്തുള്ളൂ. അതും കിട്ടിയില്ല. വീട്ടിലോട്ട് പോകാനും പറ്റത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഒന്നുമില്ലാത്തവരെ പോലെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ അടുത്ത ഒരു സഭയിലേക്ക് ഞങ്ങളെ വിടുവാനിടയായി. ഹെലിബറിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. അത് ഏലപ്പാറയ്ക്ക് അടുത്താണ്, ഇടുക്കി ഡിസ്ട്രിക്ട് തന്നെയാണ്. അവിടെ ഞങ്ങൾ കടന്നുപോയി ഞങ്ങൾ ആ ഒരു പിന്നെ 2-3 സ്റ്റീൽ പാത്രം മാത്രം ഞാൻ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാതെ പോകാനൊക്കെ. അത് കറുത്ത് സ്റ്റീൽ പാത്രം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ കൂട്ട് മൺചട്ടി എങ്ങനെ കറുത്തിരിക്കുന്നു അതുപോലെ ഇരിക്കുക. അതുപോലെ ഒരു 3-4 പാത്രങ്ങൾ തേച്ച വെളുക്കുകയല്ലാത്ത കുറച്ച് പാത്രങ്ങളും ഒരല്പ തുണിയുമായിട്ട് ഞങ്ങൾ കടന്നു പോകുവാനിടയായി കടന്നുപോയി. ഹെലിബറിയ എന്ന സ്ഥലത്ത് കടന്നുപോയി. അവിടെ പെരിയാറിന്റെ തീരത്താണ് നമ്മുടെ ആലയം നിൽക്കുന്നത്. മേലത്തെ നില പുല്ല് മേഞ്ഞ വീടാണെങ്കിലും മേലത്തെ നില ഞങ്ങൾ അടിക്കലത്തെ നില 6 നിരപ്പുമാണ്. പെരിയാറിന്റെ തീരത്താണ് കടന്നുപോയത്. അവിടെ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, ഒരു കുടുംബം. അവിടെ 1 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി പട്ടിണി കിടന്നു, ഇല്ലായ്മ സഹിച്ചു. അവിടെ ഉള്ളതായ ഒരു കത്തോലിക്ക പള്ളിയിൽ പോകുന്ന ഒരു ആന്റി ഞങ്ങൾക്കൊരു പുറയ്ക്കാനൊരു കമ്പിളി തരുവാനിടയായിട്ട്. ഞങ്ങൾ 4 പേരും കൂടെ അത് പുറയ്ക്കുന്നില്ല. രാവിലെ ആകുമ്പോൾ ഒരാളുടെ കയ്യിലിരിക്കും, മറ്റുള്ളവരെല്ലാം തണുത്ത് വിറച്ചു കിടക്കും. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അടുത്തുള്ള ഒരാള് കുറച്ച് പൊറോട്ട് പലകയും തന്നു. അത് കല്ല് പറക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ പൊറോട്ട് പലക നിരത്തിയിട്ട് ഞങ്ങൾ കിടക്കുവാനിടയായി. 6-ന്റെ തീരത്താണ്, നല്ല തണുപ്പാണ്. ഹെലിബറി ഇടുക്കിയിലാണ്. അവിടെ നല്ല തണുപ്പുള്ള, ആ കാലത്ത് ഒത്തിരി നല്ല തണുപ്പുള്ളൊരു സമയത്താണ്. അവിടെ 4 കരിപ്പാത്രം കൊണ്ടുപോയി. പിന്നെ അവിടെ അനുഭവിച്ചതായ ഒത്തിരി വേദനകൾ, ഇല്ലായ്മ, സ്തോത്രകാഴ്ച പാത്രം മാത്രം ഞായറാഴ്ച എടുത്ത് പ്രാർത്ഥിക്കും. ചില സമയങ്ങൾ ആ വീട്ടുകാർക്ക് ഞങ്ങൾക്കൊന്നും തരാനായിട്ട് കഴിയത്തില്ല. ചില സമയങ്ങളിൽ ദേവദാസൻ സ്തോത്രകാഴ്ച പാത്രം മാത്രം എടുത്ത് പ്രാർത്ഥിച്ച് അന്ന് രാത്രി സുരക്ഷിതമായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഒത്തിരി പട്ടിണി കിടക്കുവാനിടയായി തീർന്നു. അവിടെ നിൽക്കുമ്പോൾ 4 ദിവസത്തോളം ഞാന് കഞ്ഞി കുടിക്കാതെ, പക്ഷെങ്കിൽ 1 നാഴി അരി ഉണ്ടെങ്കിൽ അത് 4 ദിവസം കഞ്ഞി വെക്കും. എന്താന്ന് വെച്ചാൽ അല്പം ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കും. ഞങ്ങൾ ആ ചോറ് കൊടുക്കും, കഞ്ഞിവെള്ളം ഞങ്ങൾ കുടിക്കും, അങ്ങനെ കിടക്കും. അങ്ങനെ ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ദിവസം ഞാൻ എന്നിട്ടും പറഞ്ഞില്ല. ദേവദാസ് ഒരു ദിവസം പറഞ്ഞു, എടി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കിടന്ന് പട്ടിണി കിടക്കണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇട്ട് പട്ടിണി ഇടാതെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ ചെന്ന്
അവിടെ ചെന്ന് ജോലിക്ക് പോയാൽ മതിയല്ലോ, ഒരു ദിവസത്തെ ജോലി ചെയ്താൽ നമുക്ക് ഒരാഴ്ച ജീവിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കർത്താവിന് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിടയായി, ദൈവത്തിന് കണ്ണില്ലയോ, അല്ലെ ചെവിയില്ലയോ, ഇതൊന്നും കേൾക്കാനുള്ള ചെവിയില്ലയോ, കാണാനുള്ള കണ്ണില്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച പകല് ഒരു അനുഭവമാണ്, ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇല്ലായ്മ പറയുമല്ല. പക്ഷേ ഒരു നാഴി അരിയിട്ട് ഞാൻ ഒരു ദിവസം കഞ്ഞി വെച്ചു. വെള്ളിയാഴ്ച പകല് കഞ്ഞി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മേലത്തെ നിലയിലാണ് ഞങ്ങൾ കയറിയിരിക്കണം. അപ്പൊ കഞ്ഞി വെച്ചിട്ട് മുളക് ചുട്ടുടച്ച് കൈകൊണ്ട് ഇങ്ങനെ മാത്രം ഉടച്ചു വെച്ചിട്ട് ഞാൻ പോയി അവിടെ ഇരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ ആ മുളക് ചുട്ടുടച്ചാൽ നല്ല രുചിയായിരിക്കും കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ. പ്രാർത്ഥനയ്ക്ക് എന്നിരുന്നപ്പോൾ ലബ്ബക്കട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ദൈവദാസൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. എന്റെ മനസ്സെരിയാൻ തുടങ്ങി. ദൈവമേ, ആ ദൈവദാസന് ഇത് കൊടുത്താൽ ഞങ്ങൾക്കില്ലല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുമില്ല, ഒരു നാഴി അരിയുടെ കഞ്ഞി എന്തുണ്ട്, അതൊന്നുമില്ല. അപ്പം എന്തായാലും കൊടുക്കുക തന്നെ ഉള്ളൂ, അല്ല ഇല്ലാതെ വന്നാലും സാരമില്ല, എന്തായാലും ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇല്ല. എല്ലാരും പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും എന്റെ മനസ്സിന് മൊത്തം ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നും കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കാൻ കാണും, ഇന്ന് അതും കാണത്തില്ലല്ലോ. അത് സാരമില്ല, ആരോഗ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പറയാ, പട്ടിണി ഇരിക്കുന്നതിനെല്ലാം ശീലിച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. ദൈവദാസന് കൊടുക്കുക എന്നുള്ളത് അത് ഇച്ചിരി പ്രായമുള്ളൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ വിടാൻ പറ്റത്തില്ല. ചായ ഒന്നും കൊടുക്കാനില്ല, കാപ്പി കൊടുക്കാനില്ല. എന്നാ ആ കഞ്ഞി കൊടുക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ആ ദൈവദാസന് ആ കഞ്ഞി എടുത്ത് ആ ദൈവദാസനും കൊടുത്തു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരല്പം അതിൽ നിന്ന് കൊടുത്തു. ആ ദൈവദാസൻ ആ കഞ്ഞി നല്ല രുചിയോടുകൂടി ആ മുളക് ഉടച്ചു വെച്ചതും അതങ്ങ് കൊടുത്തു. അദ്ദേഹം നല്ല സന്തോഷത്തോടെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, കലത്തിനൊട്ടുമില്ല, ഒരു കഞ്ഞിവെള്ളം പോലും ഇല്ല. 2 കൈ ഉയർത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായി കൊടുക്കണമേ, എന്റെ ദൈവമേ, അവരെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ദൈവദാസൻ കടന്നുപോയി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കടന്നുപോയി. ഞാൻ അവിടെ ഇങ്ങനെ വിശന്നിരിക്കുക. ഇളയ മോന് പാല് കുടിക്കും. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കും. അച്ഛൻ പറഞ്ഞു, ഞാൻ ദേവദാസനെ വണ്ടി കയറ്റി വിട്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഞാനിങ്ങനെ ഇരുന്നപ്പോ പെരിയാറിന്റെ തീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വീതിയുള്ള വലിയ ആറാണ്. അപ്പൊ അതിന്റെ അക്കരെയുള്ള മറ്റു ഒരു സഭയിൽ പോകുന്ന ഒരു സഹോദരൻ അക്കരെ നിന്ന് വിളിച്ചു, അച്ഛനില്ല, പാസ്റ്ററെ വൈകിട്ട് എന്റെ വീട്ടില് വരാൻ പറയണം, നിങ്ങൾ എല്ലാരും കൂടെ വരണം, ആടിന് സുഖമില്ല, പ്രാർത്ഥിക്കാനാ, നിങ്ങൾ എല്ലാരും കൂടെ വരണം, നിങ്ങൾക്ക് ഭക്ഷണം ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ ചോറ് വെക്കരുത്, അമ്മാവ ചോറ് വെക്കണ്ട, ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമെന്ന് വിളിച്ചു പറഞ്ഞു. അന്നേരം എനിക്ക് സമാധാനമായി, വൈകിട്ടെങ്കിലും ഇച്ചിരി കഴിക്കാമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷത്തോടെ അച്ഛൻ വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ 4 പേരും കൂടെ വൈകിട്ട് ആ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവര് കോഴിയിറച്ചി കറി വെച്ചു. നല്ല നിലയിലുള്ള ഒരു ഭക്ഷണം. ഞാൻ മാസങ്ങളായി ഭക്ഷണമൊക്കെ നല്ലതുപോലെ കഴിച്ചിട്ട്, നല്ല കറി കൂട്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവര് തിരുവനന്തപുരത്തുണ്ട്, അവരും ഉണ്ട്. അവര് ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനിടയായി. ഭക്ഷണം കഴിച്ചിരിക്കുന്നതിന് മുമ്പ് അവര് നമുക്ക് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന പോലെ എല്ലാവരും കൂടെ പായിട്ട് പ്രാർത്ഥിച്ച്, അന്നേരം അവരുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവ് തന്നെ അവിടുത്തെ പാസ്റ്റർ. അതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ആ അപ്പച്ചനും ഒക്കെ ഞങ്ങളോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 25 രൂപയാണ് അന്ന് കൊടുത്തത്. 25 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ 2 രൂപയേ ഉള്ളൂ 1 കിലോ അരിക്ക്. 1 കിലോ അരിക്ക് 2 രൂപയുള്ളൂ. 25 രൂപയും കൊടുത്തു. പാസ്റ്റർ, ഞങ്ങൾ ഏലപ്പാറയിൽ നിന്ന് ഒന്നിച്ച സാധനം എടുക്കുന്നത്, അതുകൊണ്ട് അതിനെല്ലാം ദശാംശം ഞങ്ങൾ തരുവാന്നും പറഞ്ഞുകൊണ്ട് അതിനും നല്ല ഒരു ബിഷോപ്പർ നിറച്ച അരിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇക്കരെ വന്നിട്ട് ഞാൻ അതെന്റെ വീട്ടിലോട് കൊണ്ടുവച്ചിട്ട് ഞാൻ 2 കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതെനിക്ക് രാവിലെ തന്നെങ്കിൽ ആ ദൈവദാസം വന്നപ്പോ ഞാനത് അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു, ഞാൻ ആ മുളക് ഉടച്ചതും ഞാൻ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ കാര്യം എനിക്ക് വിഷയമേ അല്ല. പല അനുഭവങ്ങൾ അങ്ങനെയുണ്ട്.
ഒത്തിരി കാര്യങ്ങൾ. അന്നേരം അത് ഒത്തിരി ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഒരു 1-2 ആഴ്ചത്തോളം സുരക്ഷിതമായിട്ട്, അതുപോലെ ആ ദേശത്ത് അനുഭവിച്ചൊരു വിഷമം എന്ന് പറയുന്നത് അവിടെ അതിനുശേഷവും ഇല്ലായ്മ സഹിച്ച സമയത്തും അവിടെ ഒരു കൊടുങ്കാറ്റ് അടിക്കുവാനിടയായി. 4 ദിവസം നീണ്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റടിച്ച് ആ ദേശത്ത് ഭയങ്കര വെള്ളപ്പൊക്കവും വലിയ വിഷയങ്ങളുണ്ടായി. ഞങ്ങൾ അന്നും ഈ പൈസ എല്ലാം തീർന്ന് 5 പൈസ പോലും കയ്യിലില്ലാതിരിക്കുമ്പോൾ, ഇല്ലായ്മ സഹിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ആ ദേശത്തുള്ളവർ പറഞ്ഞു, ഈ റോഡ് പുറമ്പോക്കി താമസിക്കുന്നവരെല്ലാരും സ്കൂളിൽ കടന്നു പോകണം, നമ്മൾ അഭയാർത്ഥികളായിട്ട് താമസിക്കാൻ നിങ്ങൾ വരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ കടന്നു പോകാനിടയായി. ഞങ്ങളെല്ലാരും എല്ലാ ആൾക്കാരും ഉണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി 10-15 കുടുംബക്കാർ ഒന്നിച്ചാണ് ഈ സ്കൂളിലേക്ക് കടന്നുപോയത്. അന്നേരം ഞാൻ ഓർത്തല്ല, നമ്മുടെ ദേശത്തൊക്കെ ഒട്ടര് വന്ന് താമസിക്കുന്നത് പോലെ അങ്ങനെ ആൾക്കാർ വന്നിട്ട് താമസിക്കുന്ന പോലുള്ളൊരവസ്ഥയിൽ ഞങ്ങൾ ഒരു കമ്പിളിയും കൊണ്ട് മാത്രം ഞങ്ങൾ കുഞ്ഞുങ്ങളെ 2 പേരെ എടുത്ത് അവരുടെ കൂടെ പോകുവാനിടയായി. സ്കൂളിൽ കടന്നു ചെന്നപ്പോഴോ മുട്ടുനേര് ചാണകം ആ തിണ്ണയ്ക്ക് ഇങ്ങനെ കിടക്കുമോ, പശുക്കളെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്ന സ്ഥലം സ്കൂൾ അവധി സമയത്തായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞങ്ങള് അവിടെ ചെന്നു. ഞങ്ങളെ കൊണ്ടുപോയ പാർട്ടിക്കാർ ചില ചെറുപ്പക്കാർ ആണുങ്ങളായിരുന്നു. അപ്പൊ അവരെല്ലാരും ഞങ്ങളെ അങ്ങോട്ട് ആ സ്കൂളിലോടാക്കിയിട്ട് ലയങ്ങളാണ് അവിടെ. ഇഷ്ടംപോലെ സാമ്പത്തികമൊക്കെ ഉള്ള നല്ല സുരക്ഷിതമായ കാലമാണ്. നമുക്കില്ലാന്നേ ഉള്ളൂ, മറ്റുള്ളവർക്കെല്ലാം ഈ തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല സാമ്പത്തികമുള്ള സമയമായിരുന്നു. അവരങ്ങോട്ട് ചെന്ന് ലയങ്ങളിൽ അങ്ങോട്ട് കയറി. ഞങ്ങൾ കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അരി ഇങ്ങോട്ട് താ, പയറ് താ, അല്ലെങ്കിൽ മുളക് താ, ഉപ്പ് താന്നും പറഞ്ഞ എല്ലാ വീടുകളിലും കയറി അവരെല്ലാം ചാക്ക് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാനിടയായി. കപ്പ പറിച്ചുകൊണ്ട് വരുന്നു, കൂട്ടിയിടുന്നു. ഭയങ്കര സംഭവം. അവിടെ ഇഷ്ടം പോലെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ 1 മാസത്തോളം ഞങ്ങൾ ആ സ്കൂളിൽ താമസിച്ചപ്പോൾ ഗവൺമെന്റിന്റെ വകയായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞിയും വേറെ ഹെഡ്മിസ്ട്രസ് വന്ന് സാധനങ്ങളെല്ലാം എടുത്തു വരുന്നു. സ്കൂൾ തുറന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളകത്ത് അങ്ങനെ എല്ലാരും ഒന്നിച്ച് അങ്ങനെ കിടക്കുക. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് എന്തെന്നറിയാമോ, സ്റ്റാഫ് റൂം ഉണ്ട് അവിടെ. പറഞ്ഞു പാസ്റ്ററും കുടുംബവും അവിടെ താമസിച്ചു, നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുമ്പോ നിങ്ങൾ അവിടെ താമസിച്ചു. ഞങ്ങൾക്ക് അവിടെ നല്ല ഒരു താമസ സൗകര്യം ദൈവം ഒരുക്കി തരുവാനിടയായി തീർന്നു. അവിടെ ഞങ്ങൾ താമസിച്ചു. അവിടെ നല്ല സൗകര്യത്തിൽ 1 മാസത്തോളം സുരക്ഷിതമായി താമസിച്ചു. താമസിച്ച സമയത്ത് ഞങ്ങളെ കാണാനും ദേവദാസന്മാരൊക്കെ കടന്നു വന്നു. അതുമല്ല, അവിടെ ഞങ്ങൾ തിരിച്ച് 1 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ അവിടെ അധികം ഒത്തിരി നാട്ടുകാർ തന്നതും ഗവൺമെന്റിന്റെ വകയായിട്ട് തന്നതും എല്ലാ സാധനങ്ങളും അരി സാധനങ്ങളും അധികം വന്നപ്പോൾ ആൾക്കാരാണ് ഞങ്ങൾക്ക് ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നെ. അവരെല്ലാരും പറഞ്ഞ് നമ്മളെല്ലാരും ജോലിക്ക് പോകുമല്ലോ, പാസ്റ്റർ ജോലിക്ക് പോകത്തില്ലല്ലോ, അതുകൊണ്ട് പാസ്റ്റർക്ക് കൂടുതൽ കൊടുക്കണം, നമുക്ക് എടുക്കുന്നതിന്റെ ഇരട്ടി പാസ്റ്റർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാം ഞങ്ങളെ അവിടെ മാനിച്ച് ദൈവം തന്ന മാനില്ല. അല്ലാതെ ഞങ്ങളന്ന് കൊച്ചു പിള്ളേരാ. ഞങ്ങൾക്കന്നത് 23-24 വയസ്സ് മാത്രമേ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളൂ. അതേ കാലയളവാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവര് ഞങ്ങളെ അവിടെ ദൈവത്താൽ ഞങ്ങൾ മാനിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഇരട്ടി സാധനങ്ങളും തന്നു. അന്നേരം എന്റെ ഭർത്താവ് തമാശനായാലും പറയാം, ദേശത്ത് കാറ്റടിച്ചാലും ദൈവം തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും എന്നുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെയാണ് പറഞ്ഞ് ഞങ്ങളെ ദൈവം അവിടെ നിന്ന് ഞങ്ങള് അതും സന്തോഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു. അവിടുന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പിന്നെ ഒരു അനുഭവം അവിടെ എല്ലാം. പിന്നെ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടക്ക, പാലൂർക്കാവ്, അല്ലെങ്കിൽ പീരുമേട് എന്ന് പറയുന്ന സ്ഥലത്ത്, പീരുമേട് 10 വർഷം ഞങ്ങളിരുന്നു. പാലൂർക്കാവ് എന്ന സ്ഥലത്ത് ഞങ്ങളിരുന്നു. പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുവാനിടയിൽ. അവിടെ എല്ലാം ഓരോരോ അനുഭവങ്ങളാണ്. ഇതുപോലുള്ളതായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അതിലൊരു 20 വർഷത്തിന് ശേഷം 20 വർഷം ഞങ്ങൾ അതിനുശേഷം പിന്നെയും ഞങ്ങൾ ആ തേവലപ്പുറത്ത് സഭയുടെ ചാർജ് ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഇരുന്ന് അവിടെ വലിയ ആലയം, പാഴ്സനേജ്, കാറിടാനുള്ള എല്ലാം സൗകര്യത്തോടെ, വണ്ടിയൊന്നുമില്ല. അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ വാഹനം വാങ്ങിക്കുന്നത്, ഒരു ബൈക്ക് വാങ്ങിക്കുന്നത് ഞാൻ എന്റെ മോന്. അപ്പൊ ഞങ്ങൾ തിരിച്ച് ആ ദേശത്തേക്ക് ഞങ്ങൾ വന്നു. 2-3 കരിപ്പാത്രങ്ങൾ കൊണ്ട് പോയ ആ സ്ഥലത്തേക്ക് 20 വർഷത്തിന് ശേഷം യാക്കോബ് തിരിച്ചു വന്നതുപോലെ ഒരു ടിപ്പർ ലോറിയിലെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ആ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. കടന്നു വന്നത് മാത്രമല്ല,
ഞങ്ങളെ കളിയാക്കുകയും ഒക്കെ ചെയ്ത ആ ആൾക്കാരൊക്കെ വലിയ സന്തോഷത്തോടെ അവരെല്ലാം നല്ല നിലയിൽ ഞങ്ങളെ രണ്ടാമത് കടന്നു വന്നപ്പോഴൊക്കെ അവരും ഞങ്ങളോട് നമ്മുടെ വിശ്വാസികളെക്കാട്ടിലും സ്നേഹത്തോടാണ് ആ ദേശക്കാർ ഞങ്ങളോട് പെരുമാറിയത്. അവിടെ വെച്ച് ദൈവത്തിന്റെ ഒരു നീതി അവിടെ വെളിപ്പെടുവാനിടയായി. അവിടെ താമസിക്കുമ്പോൾ രണ്ടാമത് ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ എന്റെ മോന്റെയും വിവാഹം ആ ദേശത്ത് വെച്ച് നടത്തുവാനിടയായി. ആ ദേശത്തെ ആ നാട്ടുകാരാണ് ആ കല്യാണം എടുത്ത് നടത്തിയത്. തൊട്ടടുത്ത വീട്ടിലെ ഒരു അച്ഛന്റെ വീടുണ്ട്, അവര് കത്തോലിക്കലാണ്. അവിടുത്തെ ആ അച്ഛന്റെ അനിയൻ ഒരു ഫാദർ അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹമാണ് ആദ്യം ഞങ്ങളുടെ മോളെ വിവാഹം കഴിക്കാനുള്ള ഒരു സഹായം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നത്. ആ ദേശത്തുള്ള ആ ദേശത്തെ തീ വെന്ത് സകല ഇതും ഇല്ലാതായി. ഞങ്ങൾ ഉടുവസ്ത്രം മാത്രം കൊണ്ട് പോയ സ്ഥലത്തേക്ക് 20 വർഷത്തിന് ശേഷം ടിപ്പർ ലോറിക്കകത്ത് സാധനങ്ങളും കട്ടിലുകളും അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടു സാധനങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾ ആ ദേശത്ത് കടന്നു വന്ന് പിന്നെ 4 വർഷം ഞങ്ങൾ അവിടെ ഇരിക്കുവാനിടയായി. ആ സമയത്ത് ആ ദേശത്തൂടെല്ലാം പിന്നെ സ്വന്തം വാഹനത്തിൽ കൂടി പോലും ഞങ്ങൾക്ക് പോകുവാനുള്ള ഒരു വഴി ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയത്. ദൈവത്തിന്റെ നീതി ആ ദേശത്തുള്ളവർ ഞങ്ങൾ ആ വിവാഹത്തിന് ഞങ്ങൾക്ക് തന്നതും വിവാഹത്തിനുള്ളതായ എല്ലാ ഒരുക്കങ്ങളും ജോലിക്കായാലും എല്ലാ കാര്യങ്ങളും അവർ ഞങ്ങൾക്ക് ചെയ്തു തന്ന് അവിടെ വെച്ച് തന്നെ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരുടെയും വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. പിന്നെ മുണ്ടക്കയം പാലൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 1 വർഷം മാത്രമേ അവിടെ ഇരുന്നുള്ളൂ. പീരുമേട് അതിനുശേഷം ഞങ്ങൾ പീരുമേടിലേക്കാണ് കടന്നുപോയത്. ആ പാലൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ദിവസം നമ്മുടെ സെന്ററിലുള്ള ഒരു സഭ കാണാനായിട്ട് ഞങ്ങൾ പീരുമേട് ശരൺ ഫെലോഷിപ്പ് ചർച്ചിലാണ്. അന്നേരം ഞങ്ങൾ കടന്നു പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ 10 വർഷം ഞങ്ങൾ അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുന്നതിന് മുൻപ് ഈ പാലൂർക്കാവിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ആ നാട്ടിൽ കടന്നു പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, ആ ദേശത്തെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നിന്ന് ആ മുറ്റത്ത് ഇഷ്ടം പോലെ പേരയ്ക്ക പഴുത്തിരിക്കുന്നതാണ് പറഞ്ഞ്, ആന്റിക്ക് ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് പൊക്കോ, പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പേരയ്ക്ക പറിച്ചപ്പോ എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചു ഇവിടെ ഒരു തോട്ടപ്പുഴു എന്ന് പറഞ്ഞൊരു പുഴുണ്ട്, അത് കയറി കടിക്കും, അത് നോക്കിക്കോണോന്ന് പറഞ്ഞു. ഞാനത് ശ്രദ്ധിക്കാതെ, എനിക്കറിയത്തുമില്ല. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ആ പേരയ്ക്ക പറിച്ചു കഴിഞ്ഞാൽ കാലയിലോട്ട് നോക്കി എന്റെ കാലയിലെങ്ങാനും നോക്കിയപ്പോ എന്റെ കാലെ പൊതിഞ്ഞിരിക്കുക ഈ പുഴു, അട്ടാന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഒരു നൂൽ വണ്ണത്തിൽ ഒരു പുഴുവാണ്. അതിങ്ങനെ രക്തം കുടിച്ച് വീർത്ത് അത് വിട്ടുപോകത്തുള്ളൂ. അങ്ങനെ ഞാനതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് പേരയ്ക്കായും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ നമുക്ക് പെട്ടെന്ന് പോകാം ഈ ദേശത്ത്. അവരെല്ലാം ചിരി, ഞാൻ കരയുക. എന്റെ കാലയിൽ ഇങ്ങനെ പുഴു കയറിയതാണ്. ഞാൻ അവിടെ തുള്ളിച്ചാടി കരയാൻ തുടങ്ങി. അവരെല്ലാരും നിന്ന് ചിരിക്കുന്നു. പിന്നെ ഉപ്പുനീര് കൊണ്ട് ഒഴിച്ചപ്പോഴാണ് അതെല്ലാം മാറിപ്പോകാൻ ഇടയായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പാലൂർക്കാവിൽ നിന്ന് സ്ഥലം മാറ്റം വന്നപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ പീരുമേട് ഒഴിച്ച് വേറെ എവിടെ വേണമെങ്കിലും എനിക്ക് തരണം, അല്ലാതെ പീരുമേടൊക്കെ എന്നെ വിടരുതേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ സ്ഥലം മാറ്റം വന്നപ്പം പീരുമേട് ചർച്ചാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാനും കുഞ്ഞുങ്ങളും കൂടെ വീട്ടിൽ ചെന്ന് നിന്നോളാം, അവരെ അവിടെ പഠിപ്പിച്ചോളാം, അച്ഛൻ തന്നെ പൊക്കോന്ന് പറയുവാനിടയായി. പിന്നെ അതും പറ്റത്തില്ലല്ലോ, ഭർത്താവിന്റെ വേലയിൽ ഇറങ്ങി തിരിച്ച് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു പരുവത്തിൽ ഞാൻ അവിടെ ചെന്നു. ആ ദേശത്ത് 10 വർഷം ആ സഭയിലിരുന്ന ആലയത്തിൽ താമസിച്ചത്. പക്ഷെ ഞങ്ങളുടെ ശരീരം മുഴുവനും ഈ അട്ട കടിച്ച പാടുകളെ ഉള്ളൂ. ഈ 10 വർഷം രാത്രിയൊക്കെ ഇറങ്ങിപ്പോവും, പ്രാർത്ഥനകൾക്കെല്ലാം കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കത്തി കൊണ്ട് ചെത്തി ഇറക്കിയിട്ടുണ്ട്. ഫാൻസ് മൊത്തം ചുമന്ന കളറായിട്ടുണ്ട്. അങ്ങനെ അട്ടകടി കൊണ്ടും ആ ദേശത്ത് ഞങ്ങൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. അവിടെ നിന്ന് 2 സഭയുടെ ചാർജ് ഒന്നിച്ച് അവിടെ കൊണ്ടുപോകാനിടയായി. അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ഒരു പ്രവർത്തനം കൊടുവാന്ന് പറയാം. അവിടെ 2 മണിക്കൂർ യാത്ര ചെയ്ത് വേണം പോകുന്നത്. ആ നടന്നാണ് പോകുന്നത്. അവിടെ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. രാവിലെ ഇവിടുത്തെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് അവിടുത്തെ പ്രാർത്ഥന. അങ്ങനെ 2 സഭയുടെ ചാർജ് ഒന്നിച്ച് കൊണ്ടുപോയി ഒരുപാട് കഷ്ടപ്പെടുവാൻ നടന്ന് അത് ഇന്നും നടക്കുമായിരുന്നു, മരണം വരെ നടക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു എന്റെ ഭർത്താവിന്. അപ്പം വണ്ടി പഠിക്കാനായിട്ട് പേടിയാ, അങ്ങനെയുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് മരണം വരെ നടന്നതേ ഉള്ളൂ. നടന്നത് മാത്രം എന്റെ മക്കള് വാഹനമൊക്കെ ഓടിച്ച് ഞങ്ങളെ അതിനകത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതാ, ഞങ്ങളുടെ ശുശ്രൂഷയില്
ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. Praise the Lord. അതിന് ആ പീരുമേട് അവിടെ വെച്ചും ഒരു വിഷയം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയമാകുമ്പോ പറയണമെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ആ പീരുമേട്ട് ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു ഭവനത്തിൽ, അത് പേര് പറയത്തില്ല, ഒരു ഭവനത്തിൽ ഒരു ദിവസം ഒരു ഇല്ലായ്മ അവിടെ ഉണ്ടായി. അവിടെ ഒരു ദിവസമല്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അച്ഛൻ ഒരു ദിവസം ഭവനം അടുത്ത സഭയിലേക്ക് ഭവനം സന്ദർശിക്കാൻ കടന്നുപോയി. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ വീട്ടില് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്റെ സഹോദരൻ, ഇപ്പൊ സഭയിലൊരു സഹോദരൻ കുറച്ച് സാധനങ്ങളുമായിട്ട് വീട്ടിലാണ്. ഞാൻ ചോദിച്ചു എന്തുവാ ഇത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ അമ്മായിയമ്മയും മരുമകളുടെ വഴക്കായി. ഞാൻ വന്നപ്പോ രണ്ടുപേരും ഇല്ല. ഭാര്യയുടെ വീട്ടിലും പോയി, അമ്മ അവിടെ ഇല്ല. ഏതായാലും ഇനി അവരൊന്നും തിന്നണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടെ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊടുത്തു. അരിയും സാധനങ്ങളും വെന്തതും എല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു എന്റെ സഹോദരൻ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അല്ല അമ്മാവ ഒന്നും തിരിച്ചിങ്ങോട്ട് പറയണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞ് വെച്ചിട്ട് പോവുകയും ചെയ്തു. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയാ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവര് വഴക്കുണ്ടായത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, അവര് ആ സാധനം കൊണ്ടുതരാനുള്ള ഒരു മനസ്സ് വേണമായിരുന്നല്ലോ. അപ്പം ആ നിലയിലൊക്കെ അവിടെ അനവധി, അവിടെ പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയി പ്രവർത്തിച്ച സ്ഥലത്ത് ഒരു ആലയം പണിയാനിടയായി തീർന്നു. അവിടെയും അത് നല്ലൊരു ആലയം പണിതു. 1.5 ലക്ഷത്തിന്റെ. ആ സമയത്ത് ഞങ്ങള് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തായാലും പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്ന പൈസ ആയാലും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ആലയം പണിയുവാൻ, അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുവാനൊക്കെ ദൈവം അവിടുന്ന് ഭാഗ്യം ഒരുക്കി. അതിനുശേഷം പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ താമസിച്ചു. അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ 4 വർഷം ഇരുന്നു. അവിടെ ഒരു ആലയം പണിയാനും, അവിടെ ആലയം പണിയുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ അവിടെ കടന്നു പോകുവാനും ഒരു മുഖാന്തരം ഉണ്ടായി. അവിടെ നിന്ന് ഒരു കുടുംബം മാത്രം നമുക്ക് പീരുമേട് കടന്നു വരുമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ആ സഹോദരിയെ ലക്ഷ്യമാക്കി ആ ദേശത്ത് ഒരു ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നതനുസരിച്ചാണ് അവിടെ പോയത്. അവിടെ ഞങ്ങൾ പോയി അവിടെ പ്രവർത്തിച്ചു. അവിടെ ഒരു 10 കുടുംബത്തെ ദൈവം തരുവാനിടയായി. അതൊരു വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. എന്നതിന് ശേഷം അവിടുന്ന് ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഒരു 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ആലയത്തിന് തരുമെന്ന് ചോദിച്ചു. പറഞ്ഞു തരത്തില്ലെന്ന് പറയുവാനിടയായി. ദൈവം ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ട്, കർത്താവെ ആ സ്ഥലം ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് നിന്ന് ഞാൻ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരോട് അവിടെ നിന്നോണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സ്ഥലം ഞങ്ങൾക്ക് തരാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കണം, ദൈവം തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഒരു അല്പം മണ്ണെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സ്ഥലം ഞങ്ങൾക്ക് തരണേ കർത്താവേ. 1 വർഷം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ തരത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി മരിച്ചുപോയി. എന്തോ അസുഖം വന്ന് അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം അതിന്റെ സഹോദരനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു ആലയം പണിതു. ആ സ്ഥലത്ത് ഞങ്ങൾ 4 വർഷം ഞങ്ങൾ ശുശ്രൂഷിച്ചു. ആ സ്ഥലത്ത് അവിടെ ദേശത്ത് നിന്ന് ഒത്തിരി കുടുംബങ്ങൾ കടന്നു വരുവാനിടയായി. അവിടെ നിന്ന് കടന്നു വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കടന്നുപോയത് മത്തായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കട്ടപ്പനയ്ക്ക് അടുത്താണ്. അവിടെ ഞങ്ങൾ കടന്നുപോയി. അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു 3 വർഷം ഇരുന്നു. ആ 3 വർഷം ആയപ്പോഴാണ് അച്ഛന്റെ കൈ ഒരു ദിവസം തളരുവാനിടയായി. കൈ അങ്ങ് തളർന്നു പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ വിശ്വാസികളെല്ലാരും കൂടെ പിന്നെ കാഞ്ഞിരപ്പള്ളി കൊണ്ടുവന്നു. കാഞ്ഞിരപ്പള്ളി പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തിരുവനന്തപുരത്താണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവന്ന് 5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു. ദൈവം സുഖമാക്കി, ദൈവം തന്നു. പിന്നെ ഒരു കുഴപ്പമില്ല. 2 കൈയും നല്ലതുപോലെ അടിക്കാനും എല്ലാ ജോലികൾ ചെയ്യാനും അറിയത്തില്ല. തളർന്നു പോയ കൈയാണെന്ന് പോലും അറിയത്തില്ല. അതേപോലെ ദൈവം സുഖമാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആ മത്തായിപ്പാറ സ്ഥലത്ത് നിന്ന് പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് 3 വർഷം ഇരുന്നതിന് ശേഷം അസുഖങ്ങളൊന്നും ഇല്ല എങ്കിലും ഞങ്ങളെ അവിടുന്ന് പിന്നെ ആന ഇറങ്ങുന്ന ഒരു വനത്തിലേക്ക്, കണ്ണമ്പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക്, ആന ഇറങ്ങുന്ന വനത്തിലേക്ക് അവിടെ ഞങ്ങളെ വിട്ടപ്പോൾ എന്റെ മോൻ പറഞ്ഞു, അന്ന് മോന് ബൈബിൾ കോളേജിൽ പഠിക്കുക, മോൻ പറഞ്ഞു പപ്പ അവിടെ പോകണ്ട, വയ്യാതെ അവിടെ പോകണ്ട, പപ്പയൊക്കെ നാട്ടിലേക്ക് പൊക്കൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഞാൻ അവിടെ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ മോനും അവിടെ വന്ന് ആ കണ്ണമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവര് മാത്രമേ ഉള്ളൂ. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുവഴി ഒന്നും നടന്നു പോകാനൊക്കത്തില്ല. ആ സ്ഥലത്തുകൂടെ അവിടെ 1 വർഷം മാത്രമേ ഇരുന്നുള്ളൂ. ഇരുന്ന 1 വർഷം ഇരുന്നുള്ളെന്ന് പറഞ്ഞാൽ അന്നേരം സൗഖ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ആ തണുപ്പ് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഈ തളർച്ച ബാധിച്ചത് കൊണ്ടൊരു ബലക്ഷയവും അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ കൂടിയാണ് അങ്ങനെ വന്നത്. അത് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ആ രോഗം അച്ഛനെ പിടിപെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെ ആ ഇരുന്ന 1 വർഷം ഞങ്ങള് അവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ
ഇങ്ങനെ നടന്നു പോകുമ്പോ തന്നെ വനത്തിനകത്തൂടെ ഇങ്ങനെ നോക്കി നോക്കിയാണ് പോണ, ആനയുണ്ടോ ഇല്ലയോ എന്നറിയാം. അതേ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഭയവികലരായിട്ടാണ് ഒരു വർഷം ഞങ്ങൾ അടുത്ത് തന്നെ ആന വന്നിറങ്ങി നിൽക്കുന്നത് കാണാം. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അക്കര മലയിൽ കൂടി ഇങ്ങനെ ആനകൾ പോകുന്നത് കാണാം. സമാധാനമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ആദ്യം അതുപോലുള്ളൊരവസ്ഥകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ കടന്നു വന്ന് ഞങ്ങൾ അവിടെ ഒരു വർഷം ഞങ്ങൾ താമസിച്ചു. എന്നാൽ അവിടെ ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്നും കുറെ ആൾക്കാർ, ഒരു ദേവദാസന്മാരൊക്കെ കടന്നു വന്ന ആ ദേശങ്ങളിലെല്ലാം വാഹനങ്ങളുമായിട്ട് പോയി പരസ്യങ്ങളും പ്രസംഗങ്ങളും അല്ലെ സ്കൂളില് പിന്നെ മെഡിക്കൽ ക്യാമ്പുകള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നടത്തി അവിടെ അനവധി പേര് ആ ആലയത്തിൽ കടന്നു വന്ന് അവിടെ ആലയം ഉണ്ടായിരുന്നു. അവിടെ പാഴ്സനേജ് ഞങ്ങൾ ചെന്നിട്ടാണ് പണിതത്. അപ്പൊ ആ പാഴ്സനേജ് ഇല്ലാത്തത് കൊണ്ട് പാഴ്സനേജ് ആരംഭമായിരുന്നു അത്. അന്നേരം ഞങ്ങളോട് പറഞ്ഞ് പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ ചരിപ്പുണ്ട്, അതിനകത്ത് ഭക്ഷണം ഒരുക്കിയിട്ട് പള്ളിയിൽ കിടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് എന്തായാലും അത് പറ്റത്തില്ല, ആലയത്തിനകത്ത് കിടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരാൻ പറഞ്ഞു ഞങ്ങള്. അപ്പൊ അവരൊരു വീട് വാടകയ്ക്ക് എടുത്തു തന്നു. ആ പാഴ്സനേജിന്റെ പണി നടക്കുന്നവരെ ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള വിശ്വാസികൾ ഞങ്ങൾക്ക് ഒരു വാടക വീട് എടുത്തു തന്നു. ആ വാടക വീടും റോഡ് കഴിഞ്ഞാൽ പിന്നെ വനമാണ്. ഇവിടെ വീട്, റോഡ്, വനം. അപ്പൊ ആദ്യ ദിവസം ചെന്ന ദിവസം തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അടുത്തുള്ള ആ വീട് വാടകയ്ക്ക് തന്നവര് ഞങ്ങൾക്ക് ഫോൺ നമ്പർ എല്ലാം തന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ആനയുടെ കാര്യമൊന്നും അവര് പറയുന്നില്ല, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഈ ഫോൺ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങള് ഞാനും അച്ഛനും മോളും മാത്രമേ ഉള്ളൂ. മോൻ അങ്ങനെ ബൈബിൾ കോളേജിലാണ്. ഒരു 9 മണി കഴിഞ്ഞ്, ഒരു 10 മണി കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ മുറ്റത്തിറങ്ങിയ സമയത്ത് ഈ അപ്പുറത്തെ കാടല്ലേ, ഭയങ്കരമായിട്ട് കാടിങ്ങനെ വലിച്ചു ഒടിക്കുന്ന ഒരു സൗണ്ട് ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരോട് കേട്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും ചാടി അകത്ത് കയറിയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടുകാരെ വിളിച്ചു, ചേട്ടാ ഇതുപോലെ ഒരു ഭയങ്കര സൗണ്ട് കേൾക്കുന്ന, ഈ വിറവൊക്കെ വലിച്ചു ഒടിക്കുന്ന, മരം ഒടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുന്നത്, ഞങ്ങൾ ജനൽ വഴി നോക്കുന്നുണ്ട്. അവർക്കൊക്കെ വലിയ ലൈറ്റ് ഒക്കെ ഉണ്ട്, അങ്ങ് വരെ കാണുന്ന ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരത് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. രാവിലെ പറയാൻ ഒരു ഒറ്റയാൻ വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു, ലൈറ്റ് അടിച്ചത്. ഒറ്റയാനുണ്ടായിരുന്നു മുറ്റത്ത്, ആ റോഡിന്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു ഒറ്റയാനൊക്കെ. അപ്പൊ അവിടെയുള്ള ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരോട് ചോദിക്കും, അവര് വീടിന്റെ മണ്ടയിലൊക്കെ വീട് വെച്ച താമസിക്കുക, പ്രസവിച്ച് കിടക്കുന്നതൊക്കെ വീടിന്റെ മരത്തിന്റെ മണ്ടയിൽ വീട് വെച്ചാ താമസിക്കുന്നത്. അന്നേരം ഞങ്ങൾ, അമ്മച്ചി എന്തിനാ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാ ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അവരെല്ലാം അതിന്റെ മറുപടി പറയുവാനിടയായി തീരും. അന്നേരം നമ്മുടെ സഭയിൽ വരുന്ന അമ്മച്ചി ചിലപ്പോ ചില ഞായറാഴ്ചകളിൽ ഒരു അമ്മച്ചി ആരാധനയ്ക്ക് വരുമ്പോ സൗണ്ട് ഇല്ല. ഇന്നലെ രാത്രി ഒരു ആന വന്നു, ഒറ്റയാൻ വന്നു. അന്നേരം ഞങ്ങൾ ഓടിച്ചപ്പോഴും സൗണ്ട് ഇല്ലാതായി പോയതാ പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പറയും. ഒരു കൂട്ടം വാഴ എടുത്തു, 2 കൂട്ടം വാഴ എടുത്തു എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, എന്തിനാമ്മച്ചി ഈ വാഴ നടുന്നത്, അതുകൊണ്ടല്ലേ ഈ ആന ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞല്ല, ആന വരുന്നത് അറിയണമെങ്കിൽ ഈ വാഴ നട്ടെങ്കിലേ പറ്റൂന്ന്. വാഴ വലിച്ച് ഇതിന്റെ ഈ തുമ്പിക്കൈ കൊണ്ട് ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടാ കേൾക്കുന്നത്. അപ്പോൾ ആന വന്നെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ അവര് ആ വാഴ വളർത്തുന്നത്. ഞാൻ പറഞ്ഞു, വാഴ വളർത്തിയാലല്ലോ ഇത് വരുന്നേ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് രാത്രി പ്രാർത്ഥന കഴിഞ്ഞും ആനയെ പേടിച്ചും ഒക്കെ ഞങ്ങൾ അവിടെ താമസിച്ചു, 1 വർഷം താമസിച്ചു. അതിനുശേഷം തിരിച്ച് ഞങ്ങള് അതിനുശേഷം ആ കണ്ണമ്പടിയിലാണ് രണ്ടാമത്തെ പ്രാവശ്യം 20 വർഷത്തിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് ഈ തേവലപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷം അവിടെ താമസിച്ചു. അവിടെ പിന്നെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെല്ലാം, ഞാൻ അനുഭവം പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ വിവാഹമെല്ലാം ആ ദേശത്ത് വെച്ച് നടന്നതിന് ശേഷം ഞങ്ങൾ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങളെ സഭാചാർജായിട്ട് അയക്കുന്നത്. അടൂര് സഭയിൽ 6 വർഷം ഞങ്ങൾക്ക് ഇരിക്കുവാനിടയായി തീർന്നു. അടൂർ 6 വർഷം ഇരുന്നു. 6 വർഷം ഇരുന്നപ്പോൾ അച്ഛൻ ഒരു ചെറിയ ഒരു മറവി ഉണ്ടായിരുന്നു. മറവി വന്നതിന് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് ഉണ്ടായത്. ഒരല്പം മറവി ഉണ്ടായി. അത് സാരമില്ല, കർത്താവിന്റെ വേലയിലും ഒക്കെ അത് പ്രസംഗിക്കാനോ ഒന്നും കുഴപ്പമില്ല. അവിടുന്ന് ഞങ്ങൾ ഒരു 6 വർഷം ശുശ്രൂഷ ചെയ്തതിന് ശേഷം അവിടെ നിന്നും കടമ്പനാട് ഐവർകാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റി. അവിടെ ഒരു 3 വർഷം ഞങ്ങൾക്ക് ഇരിക്കുവാനിടയായി. അവിടെ ഇരുന്നപ്പോൾ ആ മറവി നല്ല നിലയിലുണ്ടായിരുന്നു. കാരണം പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഒന്നിനും കുഴപ്പമില്ല എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ 2 പേരുടെ പേര് ചിലപ്പോൾ മറന്നു പോകും.
ഒരാളുടെ പേര് ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ. സഭയിലാണെങ്കിലും രണ്ട് കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ മറന്നുപോകും. അവർക്ക് അന്നേരം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതേ അവസ്ഥ അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. അവരെല്ലാം ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമുക്കത് അവരാരേലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സഭാചാർജിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാമെന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ മക്കളും അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, അപ്പ ഇനി ഇത്രയും വർഷം ചെയ്തില്ലേ, ഇനി ഒരു സഭാചാർജിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അംഗീകരിക്കുവാനിടയായി. അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങളെ എഴുതി കൊടുത്തു. ഞങ്ങൾ എഴുതി കൊടുത്തപ്പോൾ എന്റെ മോളും മോനും കൂടെ അവര് കട്ടപ്പനയിലായിരുന്നു അവർ ശുശ്രൂഷിച്ചത്. അവര് പറഞ്ഞു നാട്ടിൽ എവിടെങ്കിലും ഒരു സഭാചാർജ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളുടെ സഭയില് ഞാൻ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞ എന്റെ മോളും മോനും ഒരു ശുശ്രൂഷ നാട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ മാറുമല്ലോ, അവിടെ തന്നെ അവരെ അങ്ങ് ആക്കിക്കൂ എന്ന് പറഞ്ഞു. ജോസഫ് പാസ്റ്റർ പറയുന്ന ഒരു കാര്യത്തിന് ഞങ്ങൾക്കത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ആയ കാലത്ത് ചെറുപ്പമായിരുന്നപ്പോഴത്തേക്ക് നല്ലതുപോലെ ശുശ്രൂഷിക്കുകയും അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇരിക്കുന്ന സഭകളിലെല്ലാം വിശ്വാസികൾ കടന്നു വന്ന് നമുക്ക് കുടുംബങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിച്ച ഒരു ദൈവദാസനല്ലേ. അതുകൊണ്ട് പാസ്റ്റർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാം, അവരെ അവിടെ ആക്കിക്കോളാം പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ മാറുന്നതിന് മുൻപ് 2 മാസത്തിന് മുമ്പേ അവരെ അവിടെ സഭാചാർജ് ഞങ്ങളെ കേന്ദ്രക്കാരാക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 2 ശുശ്രൂഷകന്മാര് ഒരു സഭയില്. ഭയങ്കര സന്തോഷം. മോനും ഞങ്ങളും കൂടെ ശുശ്രൂഷ ചെയ്തു. അവരും കൂടെ ചേർന്നാണ് ഞങ്ങളെ യാത്രയപ്പ് നൽകി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടുവാൻ ഇടയായി തീർന്നു. വീട്ടിൽ കൊണ്ട് വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് അന്ന് തന്നെ രാത്രി തന്നെ ആ വിശ്വാസികളും അവരും ചേർന്ന് ഞങ്ങളെ ആ ആലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ വിട്ടില്ല, അങ്ങനെ ഞങ്ങൾക്ക് പാസ്റ്ററെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അന്ന് തന്നെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സാധനങ്ങളോ അലമാരയൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി. ഇവർകാല സഭയിൽ നിന്ന് ഞങ്ങളെ കൊണ്ടാക്കി. അതിനുശേഷം അന്ന് തന്നെ അവരുടെ വണ്ടിയെ തന്നെ ഞങ്ങളെ തിരിച്ച് ആലയത്തിൽ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങള് അവരുടെ കൂടെ കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം ഒറീസയില് DMG ചർച്ചിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മോൻ വർക്ക് ചെയ്യുന്നു. മോന് 2 പേര്. ഈ കഷ്ടതയുടെ നടുവിലും ഈ പട്ടിണിയുടെ നടുവിലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നേടാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും. ഞങ്ങൾ 2 പേരും ആഴ്ചയിൽ ഒരു ദിവസം സഭയുടെ മീറ്റിംഗ് അല്ലാതെ ഒരു ദിവസം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. അതുപോലെ അതെന്റെ കുഞ്ഞുങ്ങളെ നേടുവാനുള്ള ഒരു അവരുടെ മുൻപിൽ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ മാതൃക കാണിച്ചു. അതുപോലെ അവരെ കുഞ്ഞുങ്ങളെ അതുപോലെ പഠിപ്പിച്ചു. എന്താ വചനം പഠിപ്പിച്ചു. അല്ലാതെ നമുക്ക് പഠിപ്പിക്കുവാനുള്ള ഒരു സാമ്പത്തിക നന്മകളോ ഒന്നും നമ്മളെ കുഞ്ഞുങ്ങളെ ഒരു വിദ്യാഭ്യാസം ചെയ്യുവാനോ ഒന്നും നമുക്ക് അന്ന് നിവൃത്തിയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ ആത്മീയമായി ഉണർത്തുവാനും ആത്മീയമായി വളർത്തുവാനുള്ളതായ ഒരു കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തുവാനിടയായി. അവര് മോന് അതുപോലെ ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. അവിടെ ഒറീസയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും കൂടെ 6 മാസം മോന്റെ കൂടെ ചെന്ന് ഇന്ന് മോനെ എവിടെല്ലാം കൊണ്ടുപോകാമോ, അവരുടെ സഭകൾ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങളെ നാട്ടിൽ വിട്ട് നമ്മുടെ സ്വന്തം വീട്ടില് 2 വർഷം ഞങ്ങൾ 2 പേരും സന്തോഷമായിട്ട് ജീവിച്ചു. അടുത്തുള്ള AG ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്കും കടന്നുപോയി. അങ്ങനെ പോകും. ഞങ്ങൾക്ക് ദൂരെ നമ്മുടെ സഭകളെല്ലാം നമുക്ക് അംഗീകാരമാണ്. എന്നാൽ ഞങ്ങൾക്ക് എവിടെ പോകുന്നതിന് ഒരു വിഷമവും ആർക്കുമില്ല. ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് കടന്നുപോയി. എന്നാൽ 2 വർഷം ഞങ്ങള് വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ സന്തോഷം. എന്നാലും ഒരു ദിവസം പോലും ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥനകൾക്ക് കടന്നു പോകും, ഭവന സന്ദർശനത്തിൽ ചെയ്യും. നമ്മുടെ ദേശത്ത്, സ്വന്തം ദേശത്ത് അവര് ഞങ്ങൾ കടന്നു വന്ന് 2 വർഷം താമസിച്ചു. സ്വന്തം വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു പെട്ടെന്ന് സ്ട്രോക്ക് വരുവാനിടയായി. ഞങ്ങള് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ വർഷം ആണ്ടവസാന മീറ്റിങ്ങിന് ഞങ്ങൾ 2 പേരുടെ ആലയത്തിൽ കടന്നു പോയതാണ്. അവിടെ ഒരല്പസമയം ഉറങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കിടന്നു ഉറങ്ങി എഴുന്നേറ്റപ്പോ അന്യഭാഷ പറയുന്നു. അഭിഷേകത്തോടെ നിറഞ്ഞ വലിയ സ്വരത്തിൽ പറഞ്ഞു. എല്ലാവരും കൂടെ ചാടി ചെന്നപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല. മൊത്തം തളർന്നു പോയൊരവസ്ഥയായിരുന്നു.
പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് തളർന്നുപോയി. ഉടനെ അവിടുത്തെ പാസ്റ്റർ വാഹനത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 50 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പക്ഷേ അത് മാത്രം ദൈവം എനിക്ക് തന്നില്ല. കാരണം ദൈവത്തിന്റെ ഒരു സമയമായപ്പോൾ ദൈവം അത് എടുക്കുവാൻ ഇടയായി തീർന്നു. ഈ ലോകത്തിലെ വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അത് കർത്താവിന്റെ ഒരു നീതിയാണ്. എനിക്ക് ഒരു ഭാഗത്ത് ദുഃഖമില്ല. കാരണം സന്തോഷത്തോടെ, ഒരു പിറുപിറുപ്പില്ലാതെ, ഒന്നുമില്ലാതെ കർത്താവിന്റെ വേല 40 വർഷം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവവും സാക്ഷി, ഈ ദേശവും ഞങ്ങൾ ഇരുന്ന സഭകൾ എല്ലാം സാക്ഷികളാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ സ്വഭാവമുള്ള ഒരു ദൈവദാസനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാവ്, എന്റെ സഹോദരങ്ങള് എല്ലാവരും പാസ്റ്റർമാരാണ്. പക്ഷേ എന്റെ ഭർത്താവിനെ പോലെ ഒരു സ്വഭാവമുള്ള, ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഒരു ദൈവദാസനായിരുന്നു. മുൻപേ പോകുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടാതെ തന്നെയല്ല, മരണസമയത്തും ഒരു അനുഭവം ഉണ്ടായത്. ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം ആശുപത്രി വെച്ച് ഞാൻ ഉച്ചവരെ എല്ലാ ദിവസവും ഉപവസിച്ച് ഞാൻ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. അന്നേരം പിന്നെ അല്പസമയം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ മരണ ദിവസങ്ങളൊക്കെ അടുത്ത് വരും. അപ്പൊ മോനോട് ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല, എന്നോട് പറയത്തില്ല. അന്നേരം എന്നോട് വന്ന് പറയും, അമ്മാമേന്നാണ് എന്നെ രണ്ടുപേരും വിളിക്കുന്നത്. സഭയിലുള്ളവരെല്ലാം എന്നെ അമ്മാമേന്ന് വിളിക്കുന്നത്, ഇളയ ഒരു അമ്മാമേന്ന് വിളിക്കും. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളും അമ്മാമേന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു, അമ്മാമേ ഒരു കാര്യം ചെയ്യും, പപ്പയുടെ കാര്യത്തിൽ അമ്മാമ ഇനി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണ്ട. ഞാൻ പറഞ്ഞു, നീ നിന്റെ കാര്യം ഞാൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറയാൻ പറ്റൂ? ദൈവം എനിക്ക് ഇത്രയും ദിവസം തന്നില്ല, ഇനി തരും. ദൈവം പ്രാർത്ഥന കേൾക്കും, വിടുവിക്കും മോനെ. ഞാനിപ്പോ എന്നെ ഒരു കാഴ്ച ദൈവം കാണിച്ചായിരുന്നു. ഒരു പരീക്ഷ കഴിഞ്ഞു. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയില്ല. ആ പരീക്ഷ ഞാൻ എഴുതുന്നില്ല. പക്ഷെ ഈ നേഴ്സ് ഒരു നേഴ്സ് എന്നോട് ഞാൻ ചോദിക്കുക, മോനെ ഞാനൊരു പരീക്ഷ എഴുതിയില്ല, അതിന് എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ പരീക്ഷ എഴുതുകയും ചെയ്യും, അത് ജയിക്കുകയും ചെയ്യുമെന്ന് എന്നോട് പറയുവാനിടയാ. അന്നേരം ഞാൻ ഓർത്ത എന്താണെന്ന് അറിയാമോ? എന്റെ അച്ഛനെ ദൈവം വിടുവിക്കുമായിരിക്കുന്നു, പക്ഷെ ഇതിൽ നിന്ന് ജയിക്കാനുള്ളൊരു കൃപ ദൈവം തരുമെന്നാണ് ദൈവം എന്നെ അറിയിക്കാനിടയിൽ തരുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു, ഇത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണ്ട, പപ്പ പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങനെ പോകണ്ട, അങ്ങനെ പറയല്ല മോനെ, എന്നോട് അങ്ങനെ പറയരുത്, പപ്പ പോകട്ടെ എന്നൊന്നും പറയണ്ട. അവൻ അതിൽ കൂടുതലൊന്നും എന്നോട് പറയാനും പറ്റുന്നില്ല. അപ്പൊ അതേ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞാൻ അന്ന് രാത്രി, അച്ഛൻ പിറ്റേ ദിവസം മരിക്കുന്നു, അന്ന് രാത്രി എന്നെ ദൈവം ഒരു കാഴ്ച കാണിക്കുക. ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു ദൈവദാസന്മാർ, ഒത്തിരി വിശ്വാസികൾ ഇരിക്കുന്നിടത്ത് ഒരു ദൈവദാസൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, എല്ലാരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മുട്ടുകുത്തി ഞാൻ എഴുന്നേറ്റ്, കർത്താവേ നിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഞാൻ തലേ ദിവസം അത് ഒരു പാസ്റ്റർ അങ്ങനെ എഴുന്നേറ്റ് സഭയിൽ പറയുന്നു, എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വിഷയങ്ങളും എന്നെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ചിട്ട് ഞാൻ ആശുപത്രിയുടെ ഐസുവിന്റെ വാതിലിൽ ഇങ്ങനെ വന്നിരുന്ന അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിക്കുകയാണ്, ഇന്നലെ ഞാൻ കണ്ടല്ലോ, അതുകൊണ്ട് ദൈവ സന്നിധിയിൽ ഏൽപ്പിക്കും, നിന്റെ ഹിതമാണെങ്കിൽ ഈ ലോകത്തിട്ട് കഷ്ടപ്പെടുത്താതെ. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ തൊണ്ട കിഴിക്കണമെന്ന് പറയുവാനായിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ അച്ഛന്റെ ശരീരം ഒന്നും മുറിക്കാനിട വരരുത്, ദൈവഹിതമാണെങ്കിൽ ദൈവം എടുത്തോ, എങ്കിലും ഈ ലോകത്തിട്ട് ഇങ്ങനെ മുറിക്കോ ഒന്നും ചെയ്യരുത്, കർത്താവിന്റെ നാമം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഒരു ചീത്ത വാക്കുകൾ വായിന്ന് വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണല്ലോ ദൈവം. അങ്ങനെ ദൈവഹിതത്തിനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാനിടയായി. ആ പ്രാർത്ഥിച്ച് തീർന്ന 1 മണി സമയത്ത് എന്റെ അച്ഛന് ജീവനും പോകാനിടയായി. ഇത് തന്നെ എന്നോട് മോൻ പറഞ്ഞത്, ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുവാനിടയായി. ആ സമയത്താണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. അതെനിക്ക് ഒരു ഭാഗത്ത് ഇപ്പം നോക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷമുണ്ട്. ആ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ.
ഉണ്ടാകുവാനിടയായി. 40 വർഷവും ഞങ്ങൾ വീട്ടിലൊന്നുമില്ല, ഞങ്ങളെ ഒരുമിച്ച് ഉള്ള ഒരു ജീവിതം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു. അവര് ശുശ്രൂഷയിലായതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, എന്റെ മാതാവും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ ദേശക്കാരുണ്ടായിരുന്നു. എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ ദൈവത്തിൽ ആശ്വസിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി എന്റെ പ്രിയ ഭർത്താവ് പോയി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടില്ലല്ലോ, എനിക്ക് തന്നില്ലല്ലോ. അവരുടെ കർത്താവിനോട് പിന്നെ എനിക്ക് രണ്ടാമതങ്ങ് ദേഷ്യത്തോടെ ഞാൻ സംസാരിച്ചു. ദേഷ്യത്തോടെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്തോ വിളിച്ചു പറയാനാ, ഞാൻ എന്തോ പറയാനാ? കർത്താവിന്റെ ദൈവം വിടുവിക്കുമെന്ന് പറയാൻ പറ്റും, വിടുവിച്ചില്ലല്ലോ. രോഗസൗഖ്യം തരുന്നവനാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം ദൈവം തന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പോഴും ഞാൻ എന്നെ ദൈവവചനത്തിൽ കൂടി എന്നെ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ ദൈവവചനം എന്നെ നിലനിർത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ മരണശേഷം ദൈവം എന്നെ തന്ന കാഴ്ചപ്പാടനുസരിച്ച് ദൈവം എന്നെ അതിൽ ബലപ്പെടുത്തി, ശക്തീകരിച്ചു, നിലനിന്നു. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിട്ട് നടന്നു. അതിനുശേഷം എന്റെ മോന് പറയുവാനിടയായി തീർന്നു, നമുക്ക് ഒറീസയ്ക്ക് കടന്നു പോകാം, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഞാൻ എന്റെ മോന്റെ കൂടെ ഞാൻ ഒറീസയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോഴും ഞാൻ ഒതുങ്ങിക്കൂടാമെന്ന് ഓർത്തു, ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഇനി എനിക്ക് ദൈവം തന്ന ശുശ്രൂഷ അത് തീർന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ചിന്തിച്ചു, പിന്നെ ദേവദാസൻ എഴുതി വെച്ചിരുന്ന ഡയറികളും അല്ലെങ്കിൽ പുസ്തകങ്ങളും ഒക്കെ എടുത്തു നോക്കുക. അനവധി പ്രസംഗങ്ങളും ദൈവിക ആലോചനകളും ദൈവം പലരും കൂടി അറിയിച്ചതും ദൈവം കൊടുത്ത ആലോചനയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതിൽ ഞങ്ങൾ രണ്ടുപേരുടെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഒരു ഉയർച്ചയാണ് ദൈവം കാണിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പൊ എന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയല്ല, ആ ശുശ്രൂഷ ഞാൻ ചെയ്യാതിരുന്നാലാണ് അത് ഒരു പാവമായി പോകുന്നത് എന്ന് എനിക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഒറ്റക്കെട്ട് പുസ്തകങ്ങൾ എടുത്തു വന്നു, ഇത് വായിക്കണം, ഇങ്ങനെ അമ്മാവൻ വായിക്കണം, രാവിലെ മുതൽ വായിച്ചോണം. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ വചനം വായിക്കാൻ തുടങ്ങി. അല്ലാതെ തന്നെ ഞാൻ 4 പ്രാവശ്യം നമ്മൾ ഈ വചനം വായിച്ചു തീർത്തിട്ടുണ്ട്. ബൈബിളും ഒരറ്റത് വായിച്ചു തുടങ്ങി, പിന്നെയും വായിച്ചു തുടങ്ങി. പിന്നെ ഈ പുസ്തകങ്ങൾ തന്നത് വായിച്ചു തുടങ്ങി. ആ 28 സഭകളുടെയും വിഷയങ്ങൾ എഴുതിയ ഒരു പേപ്പറും തന്നു. ഈ ദേശക്കാർക്ക് വേണ്ടിയും ഈ ദേവദാസന്മാർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ ഓരോ ദേശത്തെ പ്രവർത്തനത്തിന് വേണ്ടി അമ്മമ്മ ഇവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി. ഞാനെല്ലാം മിക്ക ദിവസങ്ങളിലും ഉപവാസമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഉപവസിക്കും, എന്റെ കുഞ്ഞുങ്ങൾ ഉപവസിക്കും, അവരുടെ മക്കൾക്ക് വേണ്ടി ഉപവസിക്കും. എന്റെ മോൾക്ക് കുഞ്ഞുങ്ങളില്ല, 10 വർഷം 11 വർഷമായി. ഇപ്പോ കുഞ്ഞുങ്ങളില്ല. ഒരു വേദനയുണ്ട്, ആ ഒരു വേദന മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. തന്നെയല്ല, ദേവദാസൻ രോഗിയായി കിടന്നപ്പോഴും ഞാൻ ചോദിച്ചു, നല്ല നിലയില് പിന്നെ ഇങ്ങനെ മരണത്തോടടുത്ത് വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും ഭാരമുണ്ടോ? ഒന്നുമില്ല, എനിക്കൊരു ഭാരമില്ല. വേദനയുണ്ടോ? ശരീരത്ത് എവിടെങ്കിലും വേദനയുണ്ടോ? ഇല്ല. ദൈവം അറിയിച്ചില്ല എന്നുള്ളതാണ്. അത് ദൈവമല്ലേ അനസ്തേഷ്യ കൊടുത്ത് ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുമായിരുന്നു. കാരണം അച്ഛനും അറിയത്തില്ല വേദന. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ ഒരു പ്രവൃത്തിയായിരുന്നു. വേദനയുണ്ടോ ശരീരത്ത്? എനിക്ക് ഒരു വേദനയില്ല, ഒരിച്ചിരി വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തോ? എന്റെ മോളെ കുറിച്ചാ. ഞാൻ പറഞ്ഞു, ഏത് മോള്? കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ പേര് പറയുന്നു ഓർത്തു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ റീജ മോള്. അത് എന്റെ മോക്ക് കുഞ്ഞുങ്ങളില്ല. ആ ഒരു വേദന അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെന്നോട് ലാസ്റ്റ് സമയം പറയുവാനിടയായി. അത് ഞാൻ ഇപ്പോഴും ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. ആ ദൈവത്തിന് ഹിതമെങ്കിൽ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ ഈ ഒറീസയില് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളോട് കൂടെ പോകുവാനും അവരുടെ കൂടെ പ്രാർത്ഥിക്കുവാനും പിന്നെ ഞാൻ അതിന്റെ ഇരട്ടി ശക്തിയോടെ എഴുന്നേൽപ്പാനായിട്ട് ഇപ്പോൾ റെഡിയായി തീർന്നു. അവിടുന്ന് ഞാനിപ്പോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാട്ടിൽ കടന്നു വന്നത്. വരുന്ന ദിവസങ്ങളിലും വരുന്ന 3-ാം തീയതി ഞാൻ എന്റെ മൂത്ത സഹോദരൻ കടന്നു വരും. അമ്മയും ഞാനും കൂടി, എന്റെ 87 വയസ്സുള്ള മാതാവും ഞാനും കൂടെ മഹാരാഷ്ട്രയ്ക്ക് കടന്നു പോവുകയാണ്. അത് ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ കർത്താവ് എവിടൊക്കെ അയക്കുന്നു, ഒരു നിമിഷം എനിക്ക് ദൈവം തരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുവാനും, എന്റെ ഈ മൂക്കിലെ ശ്വാസം തീരുന്നത് വരെ എന്റെ ദൈവത്തെ കുറിച്ച് പറയുവാനാണ് എന്റെ ആഗ്രഹം. അത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നന്ദിയോടെ വാഴ്ത്തുന്നു. എന്റെ സഹോദരൻ
സഹോദരങ്ങളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിന് ഇതുപോലെ വിടിവിക്കാവുന്ന ഒരു ദൈവം വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. സത്യ ദൈവം, യഥാർത്ഥമായ ദൈവം വിടിവിക്കുന്നവനാണ്. പക്ഷേ മരണം എന്നുള്ളത് ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അതിൽ നിന്നും വേർപെടിയിരിക്കുവാൻ അത് ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ് ഒരിക്കൽ മരണവും. പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ്. അത് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്റെ ഭർത്താവ് പോയി കുറച്ചു നാൾ കഴിയുമ്പോൾ ഞാനും പോവും, അത് മറ്റുള്ളവര് വരും, എല്ലാവരും കടന്നു പോകുമല്ലോ, ആ ഒരു ചിന്ത. പക്ഷെ വേർപെടുമ്പോഴുള്ളൊരു വേദന എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വേദനയാണ്. അതിനുശേഷം നമുക്കത് പിടിഞ്ഞു തീർക്കുവാനുള്ള ഒരു കൃപ അത് ദൈവം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. എത്രയോ പേര് ഒരാൾ മരിക്കുമ്പോഴത്തെ അടുത്ത ആൾ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അതൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് ദൈവം തരുന്ന ഒരു കൃപ എന്ന് പറഞ്ഞാൽ അത് വേറെ ആരും തരാത്ത ഒരു കൃപയാണ്. സമാധാനം എന്നുള്ളത് അത് ലോകം തരുന്നതല്ല. ദൈവം പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമല്ല. ഇന്ന് ലോകം അസമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ ദൈവിക സമാധാനം, ദൈവിക വിടുതൽ എന്നൊക്കെ പറയുന്നത് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയുന്നത്. ഹല്ലേലൂയ. ഈ സമാധാനമില്ലാത്ത, ഈ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഈ സമാധാനത്തിലേക്ക് നിങ്ങളും കടന്നു വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ലോകം തരാത്ത ഒരു സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ വേല ചെയ്യുവാനും ആ ദൈവത്തെ പിൻപറ്റുവാനും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം അനുഭവിക്കാനായിട്ട് ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അത് കേൾക്കുന്ന നിങ്ങൾക്കും, കേൾക്കുന്ന ഏവർക്കും ഈ സമാധാനത്തിലേക്ക് വരുവാൻ നിങ്ങളെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൈവം ലോകത്തിന് സൗഖ്യം തരുന്നവനാണ്. ഈ ദൈവം വിടുവിക്കുന്നവനാണ്. സമാധാനം ഇല്ലാത്ത എത്രയോ ജീവിതങ്ങൾ, ഇന്നെന്തെല്ലാം സംഭവങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊലപാതകം, കൊലയും, സ്വന്തം മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു. എന്താണ് കാരണം? എന്താ ചോദിച്ചപ്പോ ജനിപ്പിച്ചതിന്റെ ഒരു ഇതാണെന്ന് പറയുവാനിടയായി തീർന്നു. അതിന്റെ ഒരു ഖേദം പ്രകടിപ്പിച്ചാണ് ജനിപ്പിച്ചതിന്. ദൈവത്തിന് അങ്ങനെയൊക്കെയാണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെ അല്ല. നിത്യ സമാധാനം കൊണ്ട് എല്ലാവരെയും ദൈവം നിറയ്ക്കട്ടെ. ആ സമാധാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിടുവിക്കാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. സമയം അനുവദിച്ചു എന്ന ദേവദാസിയോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് വാക്കിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ഓക്കെ. കർത്താവിന്റെ ദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. 40 വർഷക്കാലം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അനുഭവിച്ചതായ കാര്യങ്ങളെ ദൈവം നടത്തിയ വിധങ്ങളെ, വഴികളെ, അത്ഭുതവാനായ ദൈവത്തിൻ്റെ കാര്യം, സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം, സമാധാനം തരുന്നവനായ ദൈവത്തിൻ്റെ കാര്യം വിളിച്ചു പറയുവാൻ നിന്റെ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇനിയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അനേകർക്ക് കർത്താവിൻ്റെ ദാസി ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഇങ്ങനെയൊരു ഹല്ലേലൂയ അവസരം ഒരുക്കി തന്ന ദൈവദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. എല്ലാ കർത്താവേ വിഷയങ്ങളും ദൈവകരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവൊരവസരം ദൈവം ഒരുക്കിയതിനായി നന്ദിയോടെ വാഴ്ത്തും. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കർത്താവേ ഹല്ലേലൂയ വർണ്ണിക്കുവാൻ ദൈവൊരവസരം ഒരുക്കിയതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ. ഇതിനു വേണ്ടി സമയം ഒരുക്കി തന്ന ദൈവദാസിയെയും കുടുംബമായും കർത്താവേ അവർ പ്രവർത്തനങ്ങളെയും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ചാനലിലൂടെ അനവധി പേര് കർത്താവേ സാക്ഷ്യങ്ങൾ പറയുവാനിടയായല്ലോ. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കും
അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവർക്കെല്ലാം ദൈവ സമാധാനവും വിടുതലും ദൈവം അയക്കണമേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമാധാനമില്ലാതെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ദൈവിക സമാധാനം കൊണ്ട് ദൈവം അവിടെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. ഓക്കെ കർത്താവിന്റെ ദാസി.